ചില നിമിഷങ്ങളിൽ കൂടെ നമുക്കെല്ലാവർക്കും അതാദരണങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് വലിയവനാകുന്ന ദൈവത്തിന് മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. സകല ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും അവിടുന്ന് മാത്രമാകുന്നുവല്ലോ യോഗ്യൻ. ഓയെ സ്തുതിപ്പീൻ ദൈവത്തെ, അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് അവിടുത്തെ മന്ദിരമാക്കി തീർത്തിരിക്കുന്നതിനാൽ നമ്മൾ ഉയർത്തുന്ന സ്തുതി സ്തോത്രങ്ങൾ അവിടുത്തെ സന്നിധിയിൽ യാഗങ്ങളായി മാറുന്നു. അധരങ്ങൾ തുറന്ന് ചില നിമിഷങ്ങൾ കൂടെ കഴിഞ്ഞുപോയ മണിക്കൂറുകളിലൊക്കെയും നിങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കുവാൻ അവിടുന്ന് അവസരം നൽകി തന്നു. വീണ്ടും ചില മിനിറ്റുകൾ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമായവൻ, അവിടുന്ന് ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർക്ക് അന്യഭാഷകളിൽ അല്പസമയം സംസാരിക്കാൻ Ruvuzum torbegush manas bana tuvartum enelian torbadane Janus Sufil and Tenere Tikasmana Termenical Maruta Fetanian Norwegian Etikalkani Waspni Tolbur Domainus Beneterbina Fasini Jelmara Arbena Splintery Manahatu Banatical Manatical Manot Bardumini Afil Genia Fala Genasufal Lana Torbina Segaltori Radine Himenejuba Semar to Feda Lakitona Vera to Ratical Answering Jalmane Sacria Bridgetene Leka Dumanade Ladurini Kata Nigel Tovanetel Ratufasini Elegmus Fanadel Turbina Sufaina to Vel Ratuvanel Jur Marinkasigal Martuvina Lemantubana de Gelmanus Vartene Saitini Latri Bailagato Finangeli Ratumina de Gilmartuna Atuni Lamtimana Rubantumini Limotufona Dobrtana Lebantanum Azina Juverdina Jagasutani Lematavina Dual Brutufana de Gelkada Samsarigia Nevashil Samsarigia Lakatufile Genea Tofana Dini Asofide Layuduno Sobrduni Velam Tovaradumus Matanil Dan Varduni Velmarutuvana Damas Matanili Talimatini Lemartumini Lemtumana Dagelmana Tovaradumantuna Jana Tuvili Abanaka Sufatana Lianto Venaduvela Tuvanadil Manajuvat Manas Martinili Matubana Rekatuma Magjane Elengine Maha Santin Dilmana Kardin and Jenna Tuval Burdumana Jagotuvin Najasina Tarbajan Talvarataki Tamardin Lenjil Barofat and Nanjanahe Mijin Nelikata Hanasvil Lenje Anavardune Vasimatoni Mokshin Angel Larutufala Haile Villo Juvar the Mouse Benadele Bartumane Janada, Reganaba, Lamtuma, Rinia, Vani, Jalmarat, Ganele Gatan, Ario Barishalma, Boltana Dodo, Kemena Vil, Boruvatane, Libatanevili, Orbiji, Onjina, Rebens, Vijinibe, Andrea, Mono, Valeto, Benili, Motor, Vegini, Aluataneli, Batanim.
thank you, Jesus. 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 Thank you. Glorify your name. Glorify your name. Glorify your name in all the earth. Glorify your name. Glorify your name. Glorify your name in all the earth. Glorify your name. Glorify your name. Glorify your name in only. Hallelujah. 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 Oh, thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you. സ്വർഗീയ പിതാവേ, നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. വീണ്ടും അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഈ ആഴ്ചയുടെ സമാപന ദിവസങ്ങളിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടും അവിടുത്തെ വചനം കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൽ എരിവുള്ളവരായി അങ്ങയെ സേവിക്കുവാൻ വേണ്ടി ഞങ്ങളെ അങ്ങ് വിളിച്ചിരിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഞങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്നവരെ അങ്ങ് അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും അങ്ങ് ആരാഞ്ഞറിയുന്നവനാകുന്നതിനാൽ ഓരോരുത്തരോടും സംസാരിക്കണം കർത്താവേ. ആഴത്തിലുള്ള അത്ഭുത വിടുതലുകളെ ഓരോരുത്തരിലും അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരാത്മീക നവീകരണത്തിനും ഉണർവിനും കാരണമായി തീരണ ഈ വർഷത്തിൻ്റെ ആരംഭമാസത്തിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കുവാൻ ഈ നല്ല അവസരം അങ്ങ് നൽകിയതാണല്ലോ കർത്താവേ. അത് പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷകളിൽ മുഴുമഹത്വവും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ യേശുവിന് മാത്രം കൊടുക്കും. മനുഷ്യരെ ആരും കാണരുത്, എല്ലാവരും യേശുവിനെ കാണുവാൻ കർത്താവ് സഹായിക്കണം. അങ്ങ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ പിശാചിനെയും അവനൊപ്പം പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളെയും അവരുടെ പ്രവൃത്തികളെയും ഞങ്ങൾ ബന്ധിച്ച് അവരോട് കൽപ്പിക്കുന്നു, യേശുവിൻ കാൽ കീഴെ പോകാം, അവിടെ തുടരുക. ഈ സ്ഥലം യഹോവയ്ക്ക് വിശുദ്ധമാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവദൂതന്മാർ ഇവിടെ കാവൽ നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദയവായി എല്ലാവർക്കും അതാതിടങ്ങളിലിരിക്കാം. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരാകുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കൊച്ചി എക്സ്പ്രസിലായിരിക്കുവാൻ കർത്താവിനാൽ ലഭിച്ച ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ബഹുമാന്യ കർത്തദാസൻ പരാമർശിച്ചതുപോലെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഏകദേശം 30 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ബന്ധമാണ്. 3 ദശാബ്ദക്കാലമായിട്ട്
ഞങ്ങൾ സുഹൃത്തുക്കളാണ്. കർത്താവിൻ്റെ ദാസൻ്റെ ആലുവയിലെ ഭവനം ഒരു ഉണർവിൻ്റെ ഹബ്ബായിരുന്നു. ആ സമയങ്ങളിൽ ഞങ്ങളെപ്പോലെയുള്ളവർക്കെല്ലാം ഒരുമിച്ച് കൂടാനും ആരാധിക്കുവാനും വേണ്ടി ഉള്ള ഒരു സ്ഥലമായിരുന്നു ആ ഭവനം. ആ ഭവനത്തെ ഓർത്ത്, കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊരുമിച്ച് അരുണാചൽ പ്രദേശിൽ, മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ, ആഫ്രിക്കയിലൊക്കെ പോകുവാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസ ദീപിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി, 30 വർഷം കടന്നുപോയി അല്ലേ? 3 ദശാബ്ദക്കാലം കടന്നുപോയി. ദൈവം ഇന്നും വിവിധ നിലകളിൽ ഞങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. തുടക്കത്തിലുണ്ടായിരുന്ന അതേ ആവേശം തന്നെ നിലനിർത്തുന്ന അഭിഷിക്തന്മാരുടെ എണ്ണം വളരെ കുറവാണ്. ആ കൂട്ടത്തിൽ കർത്താവിൻ്റെ ദാസനായിരിക്കുന്നതിനാൽ അതേ ഉണർവ് നിലനിർത്തുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഈ ചർച്ച് ദൈവരാജ്യത്തിനൊരു വലിയ അനുഗ്രഹമാണ്. എറണാകുളം പട്ടണത്തിനൊരു അനുഗ്രഹമാണ്. കേരളത്തിനൊരു അനുഗ്രഹമാണ്. കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മോട് സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുക. പരിശുദ്ധാത്മാവ് അവിടുത്തെ ദിവ്യമാകുന്ന സ്പർശനങ്ങളെ ഓരോരുത്തരുടെ മേലും അയക്കട്ടെ എന്ന് ഞാൻ ഈ പ്രാരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. അരുണാചൽ പ്രദേശിനെ കുറിച്ച് പരാമർശിച്ചു. ഞാനിപ്പോൾ അരുണാചൽ പ്രദേശിൽ നിന്നാണ് 2 ദിവസം മുമ്പാണ് അവിടെ നിന്ന് വന്നത്. ഈ വർഷത്തിൻ്റെ ആരംഭ ആഴ്ചയിൽ അവിടെ ചെറിയ മീറ്റിങ്ങിന് വേണ്ടി, യുവജനങ്ങളുടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ ഉണർവിൻ്റെ ഒരു സ്പർശനം ഇവിടെയും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ടുകാലത്ത് ഈ തടി ഇറക്കുന്ന മില്ലുണ്ടായിരുന്നു. ആ മില്ലിൽ പോയി നമ്മൾ വെറുതെ നിന്നാൽ മതി. കുറച്ച് കഴിയുന്നുണ്ടേ ആ തടി ഇറക്കുന്നതിൽ നിന്ന് വരുന്ന പൊടിയെല്ലാം കൂടെ നമ്മുടെ ശരീരത്തിലെല്ലാം ഉണ്ടാകും. തിരിച്ച് പോകുമ്പോൾ നമ്മളൊന്ന് കുടഞ്ഞാൽ മതി. പോകുന്നിടത്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ വരികയോ ചെയ്യുന്ന സമയത്തൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം പൊടി. മില്ലിൽ പോയില്ലെങ്കിലും പൊടി എന്നതുപോലെ അരുണാചലിൽ നിന്ന് മടങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ചില ആത്മിക അനുഭവങ്ങളുടെ ചില സ്പർശനങ്ങൾ നിങ്ങൾക്കും ലഭിക്കുവാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് ഈ പ്രാരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുവാൻ വിശ്വസ്തനാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരു വചനം വായിച്ച് ആരംഭിക്കാം. പരിചയമുള്ളൊരു വചനമാണ്. അതിൽ നിന്ന് 2 വാക്കുകൾ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് ആ വചനം വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ആ വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്ത് ഒരു വാതിൽ, സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ആ ഭാഗം, ആ ഒരു വചനഭാഗം സ്വീകരിക്കുന്നു. അതോടൊന്നിച്ച് തന്നെ ഇവിടെ കയറി വരിക. കർത്താവ് യോഹന്നാനോട് പറയുകയാണ്, ഇവിടെ കയറി വരിക. ഈ 2 വാക്കുകൾ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് സ്വീകരിക്കാം. ഒന്ന്, വാതിൽ തുറന്നിരിക്കുന്നു. വാതിൽ തുറന്നിരിക്കുന്നതിനാൽ നമുക്ക് ലഭിക്കുന്ന ആഹ്വാനമാണ് ഇവിടെ കയറി വരിക. പ്രതലങ്ങൾക്ക് മാറ്റം സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന പ്രതലത്തിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് ഒരു ഷിഫ്റ്റ് നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ അടുത്ത ഒരു പ്രതലത്തിലെത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. 2026 പ്രവേശിച്ചിരിക്കുകയല്ലേ. 2026 പ്രാരംഭ മാസം ജനുവരി മാസം, ഈ ജനുവരി മാസത്തിൻ്റെ ഈ പ്രത്യേക ദിനത്തിൽ ഇതൊരു ഉത്സാഹം ജനിപ്പിക്കുന്ന സന്ദേശമാണ്. നിങ്ങൾ 2025 വരെ ആയിരുന്ന ആ പ്രതലത്തിൽ നിന്ന് ഒരു ഷിഫ്റ്റ് കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ലിഫ്റ്റ് കർത്താവ് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്വം ഇവിടെ കയറി വരിക. ഇപ്പോൾ ആയിരിക്കുന്ന ആ പ്രതലത്തിൽ നിന്ന് ഇവിടെ കയറി വരിക. കർത്താവ് ആദ്യം അത് ചെയ്തിരിക്കുന്നത് വാതിൽ തുറക്കുക എന്നത് അവിടുന്ന് ചെയ്ത കാര്യമാണ്. അതിനകത്ത് നമുക്ക് പങ്കാളിത്തമൊന്നുമില്ല. കർത്താവ് തന്നെയാണ് അത് ചെയ്തത്. കർത്താവ് നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിരിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ അവിടുന്ന് തുറന്നിരിക്കുകയാണ്. നമ്മളായിട്ട് ആവശ്യപ്പെട്ടൊന്നുമല്ല. സിസ്റ്ററിൻ്റെ പേരെന്തോ? സൂസൻ. സൂസന് യാതൊരു വിധമാകുന്ന ആഗ്രഹമില്ല. സൂസൻ ഇപ്പോൾ വളരെ സന്തോഷമാണ്. ഇപ്പോൾ ആയിരിക്കുന്ന ആ സാഹചര്യങ്ങളിലെല്ലാം സൂസൻ വളരെ സന്തുഷ്ടയാകുന്നു. സൂസൻ സന്തുഷ്ടയായിരിക്കുന്നു എങ്കിലും കർത്താവ് നോക്കിയപ്പോൾ ഇവൾക്കൊരു ഉയർച്ച കൊടുക്കേണ്ട സമയമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് സൂസനു വേണ്ടി ഒരു വാതിൽ തുറന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂസൻ ആത്മാവിലാകുന്നത് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാകത്തില്ല. നിങ്ങളും ആത്മാവിലാകണം. നിങ്ങൾക്ക് വിചിത്രമായി തോന്നുന്നു. ഇങ്ങനെ ഒന്ന് രണ്ടുപേരുള്ളതാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഒരു ബലമെന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. സൂസന് വേണ്ടി ഒരു വാതിൽ തുറന്നിരിക്കുന്നു. സൂസന് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ട് അത് കർത്താവ് എടുത്തിരിക്കുന്ന തീരുമാനമാണ്. കർത്താവ് ആ തീരുമാനം എടുത്തിട്ട് കർത്താവ് എല്ലാ കാര്യങ്ങളിലും നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും നിങ്ങളാണോ തീരുമാനമെടുത്തത്? അല്ല. രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ആരാ തീരുമാനമെടുത്തത്? യേശുവാണ് തീരുമാനമെടുത്തത്. സ്വന്തമായിട്ട് വിചാരിച്ചാൽ ആർക്കെങ്കിലും രക്ഷിക്കപ്പെടുവാൻ കഴിയുമോ? ഇല്ല, ആർക്കും രക്ഷിക്കപ്പെടുവാൻ കഴിയത്തില്ല. ആമേൻ. 1 യോഹന്നാൻ 4:19 പറയുന്നത് അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമ്മൾ അവനെ സ്നേഹിക്കുന്നു എന്നാണ്. നമുക്കാർക്കെങ്കിലും തന്നെ കർത്താവ് ഇന്നു മുതൽ ഞാൻ അങ്ങയെ സ്നേഹിക്കാൻ പോവുകയാണ് എന്ന് പറയാൻ ഒക്കുമായിരുന്നോ? ആർക്കും കഴിയുമായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെയുള്ള 8 ബില്യൺ ആളുകളും ഇന്ന് രക്ഷിക്കപ്പെടുമായിരുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പാണ് പ്രിയമുള്ളവരെ. നിങ്ങളെ എവിടെയോ വെച്ച് കർത്താവ് കണ്ടു. അങ്ങനെ കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് യേശുവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നത്. മാത്രവുമല്ല, യേശു തീരുമാനിച്ചു ഇവനെ ഞാൻ രക്ഷിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു തീരുമാനം ദൈവത്തിൽ നിന്നുണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ ഉള്ള സാഹചര്യങ്ങൾ തുറന്നു വരികയും ആ സാഹചര്യങ്ങൾ തുറന്നു വന്നപ്പോൾ നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ കഴിഞ്ഞതും. ആമേൻ, ഹല്ലേലൂയ. ഈ കീബോർഡിലൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവർ അവിടെ നിന്ന് വന്നിരിക്കാമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ആമേൻ. അവരുടെ സഹകരണം കൂടെ ഉള്ളത് നല്ലതായിരിക്കും. നമ്മൾ ഒരുമിച്ചല്ലേ ശുശ്രൂഷിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ സഹകരിക്കുമ്പോൾ ചില നല്ല കാര്യങ്ങളൊക്കെ കർത്താവ് നൽകി തരാൻ പോകുകയാണ്. രക്ഷിക്കപ്പെട്ടത് കർത്താവ് തീരുമാനിച്ചത് കൊണ്ടാണ് നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിഞ്ഞത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ആമേൻ ഓരോ പടിപടിയായിട്ടുള്ള വളർച്ചകളും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ആ സമയത്തും നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ കഴിഞ്ഞത്. ഓരോ മേഖലകളിലും നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുവാൻ കഴിയുന്ന ആത്മിക ഉയർച്ചകളുടെ ആരംഭം കുറിച്ചത് കർത്താവാകുന്നു. യിരെമ്യാവ് തീരുമാനിച്ചിട്ടാണോ അദ്ദേഹം പ്രവാചകനായി തീർന്നത്? അല്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ യിരെമ്യാവ് എന്തായി തീരണമെന്ന് ദൈവം തീരുമാനിച്ചു. അതുകൊണ്ടാണ് സൂസന്റെ കാര്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ വേറൊരാളുടെ പേരിവിടെ നമുക്ക് കിട്ടാം.
എന്നോട് യോജിക്കുന്ന ഒരു ഈ മനസ്സിലൊരു യോജിപ്പ് വരുന്ന ഒരാളുടെ മുഖം നോക്കട്ടെ. ഈ സഹോദരിക്ക് ഒരു സന്തോഷമുണ്ട്. സഹോദരിയുടെ പേരെന്താണ്? മിനു. അപ്പോൾ മിനുവിന് വേണ്ടിയും കർത്താവ് ഒരു വാതിൽ തുറന്നിരിക്കുകയാണ്. മിനുവിന് വേണ്ടിയും കർത്താവ് ഒരു വാതിൽ തുറന്നിട്ട് മിനുവിനോട് പറയുകയാണ്, 2026 നീ 2025 ജീവിച്ചതുപോലെ ജീവിക്കേണ്ട. ആ ഒരു പ്രതലത്തിൽ നീ ജീവിക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്റെ പ്രതലത്തെ ലിഫ്റ്റ് ചെയ്യാൻ പോകുകയാണ്. നീ ആയിരിക്കുന്ന ആ പ്രതലത്തിൽ നിന്ന് മിനുവിനെ ഞാൻ ലിഫ്റ്റ് ചെയ്യുവാൻ പോകുന്നു. സൂസനെ ഞാൻ ലിഫ്റ്റ് ചെയ്യുവാൻ പോകുന്നു. ആ പഴയ പ്രതലത്തിൽ നിങ്ങൾ തുടരേണ്ട കാര്യമില്ല. നിങ്ങളെ ഒരു പുതിയ പ്രതലത്തിലേക്ക് കർത്താവ് ലിഫ്റ്റ് ചെയ്യാൻ പോകുകയാണ്. ഇവിടെ ദൈവരാജ്യത്തിൻ്റെ സജീവതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തത്വങ്ങളുണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇനിയും നമ്മളാരും നിയമം അല്ല നമ്മളെ രക്ഷിച്ചതെങ്കിൽ പോലും ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സജീവതയ്ക്ക് പിന്നിൽ, അതിൻ്റെ ഫങ്ഷനിങ്ങിൻ്റെ പിന്നിൽ ചില ലോസ് ഉണ്ട്, ഒരുപാട് ലോസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക സമയത്ത് ഒരു ബോധ്യം ലഭിക്കും, ഉപവസിക്കണമെന്ന്. കാരണം അതൊക്കെ ദൈവരാജ്യത്തിലെ ചില തത്വങ്ങളാണ്. എന്തിനു വേണ്ടി? അഡ്വാൻസ്മെന്റിന് വേണ്ടിയുള്ള തത്വങ്ങളാണ്, മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയുള്ള തത്വങ്ങളുണ്ട്. നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു അവസ്ഥയിൽ തുടരാൻ കഴിയത്തില്ല. ഒരിക്കലും നിങ്ങൾക്ക് ഒരവസ്ഥയിൽ തുടരാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് മുന്നേറ്റങ്ങളെ പരിശുദ്ധാത്മാവ് നൽകി തരും. അപ്പോൾ അത്തരത്തിലുള്ള ചില തത്വങ്ങൾ എടുക്കുകയാണെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ ഒരു തത്വമാണ്. ദൈവരാജ്യത്തിൽ നീ ആണ് എങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണ് നീ ആകുന്നത് എങ്കിൽ നീ വളർന്നിരിക്കും. ആരേലും പറയാം, ഞാൻ വളരുന്നില്ല പാസ്റ്ററേ, ഞാൻ എന്നും ഒരുപോലെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്തോ ഗുരുതരമാകുന്ന പ്രശ്നമുണ്ട്. നീ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നീ വളർച്ച പ്രാപിച്ചിരിക്കും. ദൈവരാജ്യത്തിലുള്ള അത്തരത്തിലുള്ള തത്വങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട തത്വമാകുന്നു, ദൈവരാജ്യത്തിൽ വർധനവിന് അവസാനമില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് നടുങ്ങുമെന്ന് വിചാരിച്ചു. ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് തൊടുന്നു. ആർക്കൊക്കെയോ ഒരു ഞെട്ടലുണ്ടാകട്ടെ. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില വർത്തമാനങ്ങൾ അവർ കേൾക്കുമ്പോൾ ചില നടുക്കങ്ങൾ അവരുടെ ആത്മതലങ്ങളിൽ ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞതിന് അടിവരയിടണം, ആവർത്തിച്ച് പറയണം, പിന്നെയും പറയണം, വീണ്ടും കേൾക്കണം. എങ്കിൽ മാത്രമേ അത് ഹൃദയത്തിൽ പതിയത്തുള്ളൂ, ഉറക്കത്തുള്ളൂ, അത് ഫലം പുറപ്പെടുവിക്കത്തുള്ളൂ. എന്നാ ഞാൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൽ വർധനമുണ്ട്, ഇൻക്രീസ് ഉണ്ട്. ആ ഇൻക്രീസ് എൻഡ്ലെസ് ആണ്. ദൈവരാജ്യത്തിൽ വർധനമുണ്ട്. ആ വർധനവ് എൻഡ്ലെസ് ആകുന്നു. നിങ്ങൾ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങളൊരു ജോലിക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്ക് പ്രൊമോഷൻസ് ലഭിക്കും. ആ പ്രൊമോഷൻസ് ലഭിക്കുമ്പോൾ എൻ്റെ ഒരു ബന്ധു, അദ്ദേഹം ഇന്ത്യയിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു സെൻട്രൽ ഗവൺമെൻറ് വലിയൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ അദ്ദേഹം ഒരു
ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് വർഷങ്ങൾക്ക് മുന്നമേ പ്രവേശിച്ചിട്ട് അദ്ദേഹത്തിന് പ്രൊമോഷൻസ് കിട്ടുകയുണ്ടായി. പ്രൊമോഷൻസ് കിട്ടി. അദ്ദേഹം അതിൻ്റെ മുഴുവൻ, ഇന്ത്യയുടെ മുഴുവൻ മുകളിലുള്ള അധികാരിയായിട്ട് ഒരു ദിവസം തീർന്നു. അങ്ങനെ അവിടെ എത്തിയെങ്കിലും 6 മാസം പെൻഷനാകാൻ 6 മാസം ഉള്ളതിന് മുമ്പാണ് ലാസ്റ്റിലെത്തിയത്. 6 മാസം കഴിഞ്ഞപ്പോൾ റിട്ടയർമെൻ്റ് ആയി പോകുന്നു. അവിടം വരെ എത്തത്തുള്ളൂ. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നിനക്കുണ്ടാകുന്ന ഇൻക്രീസ് എൻലെസ് ആയിട്ടുള്ള ഇൻക്രീസ് ആണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നത്, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. ഇനി കേട്ടോണം, അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമില്ല. Take it. അവസാനമില്ലാത്ത സമാധാനം. ഈ ഭാഗത്തുള്ളവരെ ഒന്ന് സജീവമായിക്കണം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു വരുന്ന ഞാൻ വിശ്വസിക്കുന്നു. നമ്മള് വലിയ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയല്ല, അതിലുപരിയായിട്ട് നിങ്ങളുടെ മേൽ ഒരാത്മനിറവ് വരണം. ഇതാണ് ഇതിനകത്ത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം. അതാണ് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളിൽ എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് വേണേൽ പ്രസംഗിക്കാം, എന്നാൽ അതല്ല എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിലെ എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം ഒന്ന് ഇൻഫില്ലിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഒന്ന് നിറയണം. ഈ ശരീരത്തിൽ ആത്മസാന്നിധ്യം അനുഭവിക്കണം. നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത പുതിയ ഭാഷയിൽ സംസാരിക്കണം. അതിൻ്റെ എല്ലാം പരിണിത ഫലമായിട്ട് നിങ്ങൾ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കണം. നിങ്ങൾ പോയി തന്നെ വീട്ടിൽ പോയിരുന്ന് അടുത്തൊരു 5-6 മണിക്കൂർ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ അയാൾക്ക് വട്ടുപിടിച്ചെന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ, നിങ്ങൾ പുറത്തിറങ്ങി ആർക്കെങ്കിലും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അവിടെ ഒരു രോഗി സൗഖ്യമാവും, അപ്പുറത്തൊരു രോഗി സൗഖ്യമാവും. അടുത്ത ആഴ്ച വരുമ്പോൾ 2-3 പേരെ കൂട്ടിക്കൊണ്ട് വരുവാൻ കഴിയുന്ന നിലവാരത്തിൽ ഒരു സ്പർശനം നിന്റെ മേൽ ഉണ്ടാകണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ആത്മാവിലൊന്ന് പ്രതികരിക്ക്, വിട്ടുകൊടുത്ത് ആധരം തുറന്ന് ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിന്. സമാധാനം തന്നെ നിങ്ങൾ ക്രിസ്തുവിൽ വളരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം വർഷം കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഉള്ള കാര്യം. നമുക്ക് സമാധാനം, എനിക്കറിയാം, ഒരു 20 വർഷം മുമ്പ് എൻ്റെ സമാധാനത്തിൻ്റെ അളവിനെക്കുറിച്ച്, ഇപ്പോഴുള്ള സമാധാനത്തിൻ്റെ അളവിനെക്കുറിച്ച് എനിക്കറിയാം. ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി പോയിട്ടിനെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പറയാം. എൻ്റെ ബ്രദർ ശുശ്രൂഷയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ബ്രദറിൻ്റെ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഭയങ്കര സാന്നിധ്യം ഇറങ്ങുകയും ആ സമയത്തൊരു ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു ആത്മസാന്നിധ്യത്തിൽ വന്നു. ഒരാൾ ആത്മവിശ്വാസത്തിൽ താഴെ പോയി. പക്ഷേ ആ സമയത്ത് പുള്ളിക്ക് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. പുള്ളിയുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി. അപ്പോൾ എല്ലാം പ്രാർത്ഥനയിൽ നടക്കുന്നതിൻ്റെ ഇടയിലാണ് നോക്കി കഴിഞ്ഞപ്പോൾ ആള് എഴുന്നേൽക്കുന്നില്ല.
ആത്മവിശുദ്ധയിൽ വീണതായിരിക്കുന്ന ചിന്തിച്ച് കാണും. പക്ഷേ ആൾ എഴുന്നേൽക്കുന്നില്ല. പിന്നെ എല്ലാവരും കൂടെ ഓടിക്കൂടി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ആൾ തണുത്തു, ആത്മാവ് പോയി. എന്നാൽ അവരെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി, വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. അതൊരു ഭയങ്കര നൊമ്പരമുള്ള പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആത്മാവ് വീണ്ടും മടങ്ങി വന്നു. അപ്പൊ ആ ബ്രദർ പറയുകയാണ്, എൻ്റെ പൊന്നു പാസ്റ്ററേ, എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ സമാധാനത്തിലേക്ക് കയറി. നിങ്ങളാരും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്തൊരു സമാധാനമാണ് സ്വർഗത്തിലുള്ള സമാധാനം. ആ ഒരളവൊന്നും അവന് ഇവിടെ ഇരുന്ന് ഈ ഭൂമിയിൽ ഇരുന്ന് ഒരിക്കലും നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല, ഒരിക്കലും പ്രാപിക്കാൻ കഴിയത്തില്ല. അപ്പം നിങ്ങൾ ഇവിടെ ഇരുന്ന സമാധാനം കൊണ്ട് പ്രാപിക്കാൻ വേണ്ടി ചിന്തിച്ചാൽ പോലും നിങ്ങൾ മക്കളെ കുറിച്ചുള്ള ചിന്ത വരും, ഇല്ലെങ്കിൽ വീടിനെ കുറിച്ചുള്ള ചിന്ത വരും, ഇല്ലേ ജോലിയെക്കുറിച്ചുള്ള ചിന്ത വരും. എന്തായാലും ഒരു ദിവസം നമ്മുടെ സമാധാനം കെടുത്തുന്ന രണ്ട് കാര്യമെങ്കിലും വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ആ മനുഷ്യൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന സമാധാനത്തിനെല്ലാം ഒരു പരിധിയുണ്ട്. എന്നാൽ അഭിഷേകത്തിൽ നീ വർദ്ധിക്കുന്നത് പോലെ സമാധാനത്തിൽ നീ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വർദ്ധിച്ചു 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 ഒരു ദിവസം നീ ഇവിടെ നിന്ന് അടുത്ത ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പെർഫെക്റ്റ് പീസിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. അതാണ് കർത്താവ് പറയുന്നത്, അവൻ്റെ സമാധാനത്തിൻ്റെ അളവിന് അവസാനം, വർധനവിന് അവസാനമുണ്ടാകത്തില്ല. നീ ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷത്തിന് അവസാനമില്ല. വാ 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 വാ. നീ ഇപ്പോൾ പറയുന്ന അന്യഭാഷകൾക്ക് അവസാനമില്ല. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ സംഭവിക്കാൻ പോകുന്ന ഉയർച്ചകൾക്ക് അവസാനമില്ല. നീ ഇതുവരെ കയറിയിട്ടില്ലാത്ത മറ്റൊരു പ്രതലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ ലിഫ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. നീ അതിനെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ, നീ ആ വെളിപ്പാട് സ്വീകരിക്കുകയാണ് എങ്കിൽ നിനക്ക് ഉണ്ടാകുവാൻ പോകുന്ന ഉയർച്ചകൾക്ക് അവസാനമില്ല. ഓ യെസ്, ഈ സഭ ഇന്ന് മനസ്സിലാക്കുക, ഈ സഭയെ കർത്താവ് വർദ്ധിപ്പിക്കുവാൻ, എണ്ണത്തിൽ വർദ്ധിപ്പിക്കുവാൻ തുടങ്ങിയാൽ അവസാനമില്ലാത്തതുപോലെ വർദ്ധിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. വാ 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 വാ. ജാതകരി ബലകതകര ബനകതകബേദതകത റുതികല റബതകതര വിലതര വിനഖതര വിലകതര മരതകബിനി യതകര ബലകത വിനതകര ബതകത റോബതന വിലതന ബതകത വറദിനി അലകതര വിതന തലബരതകലത. ഓ രക്ഷമക്കതനെ ലിഗന്തനിലി. അങ്ങനെ ഒരു വർധനം എല്ലാ മേഖലയിലും കർത്താവ് നൽകി തരാൻ ആഗ്രഹിക്കുകയാണ്. ചർച്ചിൻ്റെ എണ്ണത്തിലുള്ള വർധനം. ഇപ്പോൾ ഈ ആഫ്രിക്കയിലൊക്കെ അപ്പോസ്റ്റൽ ഈനോക്ക് അഡിപോയുടെ, അപ്പോസ്റ്റൽ ഡേവിഡ് ഓയിഡിപ്പോയുടെ അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മഹാസാഗ്രഹം പോലെ ആളുകൾ 25 ലക്ഷം പേര്. അവസാനം ഇല്ലാത്ത വർധനമാണ്. എന്നില്ല സാർ. അപ്പോസ്റ്റൽ ഈനോക്ക് അഡിപോയുടെ ക്യാമ്പസിൽ പാസ്റ്റ് പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ക്യാമ്പസിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ 5-6 കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പോൾ അവർ ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോൾ പുതിയ പുതിയ ഓഡിറ്റോറിയമാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെന്ന ഓഡിറ്റോറിയം അതിപ്പോഴും അവിടെ ഉണ്ട്, അതും ഉപയോഗിക്കുന്നുണ്ടാകും. അതിനേക്കാട്ടിലും വലിയ ഓഡിറ്റോറിയം എടുത്തിരിക്കും. പ്രാവശ്യം ചെന്നതിന് 10-30 ലക്ഷം പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം എടുത്തിരിക്കും. ഈ പ്രിൻസിപ്പിളാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ ഈ തത്വത്തെ നിങ്ങൾക്ക് സ്വീകരിച്ച് നടപ്പിലാക്കുവാൻ കഴിയും. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇപ്പോൾ സൂസനായിരിക്കുന്ന ഈ പ്രതലം നല്ലത് തന്നെ, എന്നാൽ സൂസനെ ഞാൻ അടുത്തൊരു പ്രതലത്തിലേക്ക് ഉയർത്തുവാൻ പോകുന്നു. ഞാൻ അടുത്തൊരു പ്രതലത്തിലേക്ക് ഉയർത്തുവാൻ പോകുന്നു. വാ 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 വാ.
അടുത്ത ഒരു പ്രതലത്തിലേക്ക് ഉയർത്തുവാൻ പരിശുദ്ധാത്മാ ഉയർത്തുവാൻ പോകുന്നു. പ്രതലങ്ങളുണ്ട്, റിലംസ് ഉണ്ട്. റിലംസിനെ കുറിച്ച് തന്നെയാണ് ഈ 31-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നത്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ വാഴുവീൻ. അതിനെ വാഴുവീൻ എന്ന് പറയുമ്പോൾ പ്രത്യേകമായി പറയുന്നുണ്ട് സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും. ആമേൻ. അതൊരു പ്രതലമാണ്. സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതി, അതൊരു പ്രതലമാണ്. ആകാശത്തിലെ പറവജാതിമേലും മൃഗങ്ങൾ മേലും സർവ്വഭൂമിയിലും ഭൂതലത്തിൽ. അപ്പോൾ ഭൂമി ഒരു പ്രതലമാണ്, സമുദ്രം ഒരു പ്രതലമാണ്, ആകാശം ഒരു പ്രതലമാണ്, ഭൂമി ഒരു പ്രതലമാണ്. ഇനി ഭൂമിയുടെ അധോഭാഗങ്ങളുണ്ട്, അതൊരു പ്രതലമാണ്. ഇതിൻ്റെ മേലെല്ലാം ഉൽപ്പത്തി 1-ൽ മനുഷ്യന് അധികാരം കൊടുത്തിരിക്കുകയാണ്. സമുദ്രമെന്ന പ്രതലത്തിൻ്റെ മേൽ നീ വാഴുക, ആകാശം എന്ന പ്രതലത്തിൻ്റെ മേൽ നീ വാഴുക, ഭൂമി എന്ന പ്രതലത്തിൻ്റെ മേൽ നീ വാഴുക, ഭൂമിയുടെ അധോഭാഗമെന്ന പ്രതലത്തിന്മേൽ നീ വാഴുക. എങ്ങനെയുള്ള പ്രതലങ്ങളുണ്ട്. ആ പ്രതലങ്ങളിൽ കർത്താവ് ലിഫ്റ്റുകൾ നൽകി തരുമെന്നാണ്. നിങ്ങളെ ഇപ്പോൾ ആക്കിയിരിക്കുന്ന പ്രതലത്തിൽ നിന്ന് കർത്താവ് അടുത്ത പ്രതലത്തിലേക്ക് എത്തിക്കുവാൻ വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വന്നു കഴിഞ്ഞപ്പം പ്രതലങ്ങളെല്ലാം കർത്താവ് പിന്നെ വർദ്ധിപ്പിക്കുകയുണ്ട്, വിശാലമാക്കുകയുണ്ടായി. കർത്താവ് പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും. അന്ന് വരെ മനുഷ്യനുണ്ടായിരുന്നത്, അവന് സ്വാധീനമുണ്ടായിരുന്ന പ്രതലങ്ങൾ സമുദ്രത്തിന്മേലുള്ള പ്രതലം, ആകാശത്തിന്മേലുള്ള പ്രതലം, ഭൂമിയുടെ മേലുള്ള പ്രതലം, ഭൂമിയുടെ അധോഭാഗത്തിൻ്റെ മേലുള്ള പ്രതലങ്ങൾ, അതിൻ്റെ മേലായിരുന്നു അവന് സ്വാധീനമുണ്ടായിരുന്നത്. കർത്താവ് വന്നപ്പോൾ അതിനെ അങ്ങ് വർദ്ധിപ്പിച്ചു. നിനക്ക് സ്വർഗത്തെ വരെ സ്വാധീനിക്കുവാൻ കഴിയുന്ന, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം. അപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആത്മിക സ്വാധീനങ്ങൾ എത്തിച്ചേരുവാൻ കഴിയുന്ന പ്രതലങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ സമുദ്രത്തിൻ്റെ മേൽ നിന്റെ ആത്മിക സ്വാധീനങ്ങൾ എത്തിച്ചേരും. ഇവിടെ നിന്ന് നിനക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഇരുന്ന് നിനക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിനെ സ്വാധീനിക്കുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രാപ്തിയുണ്ട്. നിനക്ക് ആകാശത്തിൻ്റെ പ്രതലത്തെ സ്വാധീനിക്കുവാൻ കഴിയും. നിനക്ക് ഭൂമിയുടെ പ്രതലത്തെ സ്വാധീനിക്കുവാൻ കഴിയും. ഭൂമിയുടെ അധോഭാഗങ്ങളെ നിനക്ക് സ്വാധീനിക്കുവാൻ കഴിയും. എന്നാൽ നീ യേശുക്രിസ്തുവിലായിരിക്കുന്നതിനാൽ ഇപ്പോൾ നിനക്ക് സ്വർഗത്തെ വരെ സ്വാധീനിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലാണ് ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്നുള്ള നിലവാരത്തിലേക്ക് ദൈവം നിന്നെ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നതിനാൽ നിങ്ങൾ ആ വെളിപ്പാടിലല്ലെങ്കിൽ, ആ പ്രതലങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിങ്ങൾ ആയിരിക്കുന്നില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ആ വെളിപ്പാടിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നിന്നെ ആ മേഖലകളിൽ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടുണ്ടാകണം. നമ്മുടെ ശത്രു ആരാണ്? എല്ലാവരും പറഞ്ഞു പിശാചാണെന്ന് പറഞ്ഞു. അല്ല, അറിവുകേടാണ് നമ്മുടെ ശത്രു എന്ന് പറയുന്നത്. ഇഗ്നോറൻസ്. പിശാചിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നീ ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ച് നിനക്ക് വെളിപ്പാടില്ല എന്നുള്ളതാണ് നിന്നെ പുരോഗതിയിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത്, നിന്റെ പുരോഗതി പ്രാപിക്കുന്നതിൽ നിന്നെ തടയുന്നത്. നിന്റെ ശത്രു പിശാച് എന്ന് നീ കരുതരുത്. നിന്റെ ശത്രു പല മേഖലകളിലും നീ ചിന്തിക്കുകയാണെങ്കിൽ ഇഗ്നോറൻസ് ആണ് നിന്റെ ശത്രു. ഹല്ലേലൂയ. ഈ പകലെങ്കിലും ആ തിരിച്ചറിവുകളിലേക്ക് വന്ന് ആ വെളിച്ചത്തിലേക്ക് വരികയാണെങ്കിൽ, ആ വെളിപ്പാടിലേക്ക് വരികയാണെങ്കിൽ
വീട്ടിനകത്തൊക്കെ വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. പിള്ളേരുടെ മേലൊക്കെ ഭയങ്കര മാറ്റം സംഭവിക്കാൻ പോവുക. ടെറിട്ടറീസ് ഉണ്ട്. നിന്റെ ഭരണത്തിൻ്റെ കീഴിലായിരിക്കുന്ന ടെറിട്ടറീസ് ഉണ്ട്. നിന്റെ വീടെന്നൊക്കെ പറയുന്നത് നിന്റെ ഭരണത്തിൻ്റെ കീഴിലുള്ള ടെറിട്ടറീസാണ്. നീ ആയിരിക്കുന്ന വീടിൻ്റെ ചുറ്റുപാട് ഒരു 10 കിലോമീറ്ററിൻ്റെ ഭരണം ഏറ്റെടുത്തോണം. ഒരു 10 കിലോമീറ്റേഴ്സിൻ്റെ ഭരണം ഏറ്റെടുക്കണം. അയലോക്കത്തൊക്കെ മാറ്റം, നെയ്ബേഴ്സിൻ്റെ മേലൊക്കെ മാറ്റം വരുത്തുവാൻ കഴിയുന്ന നിലവാരത്തിലുള്ള അങ്ങനെ നിങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കണം നിങ്ങളുടെ വീട്ടിനകത്ത്. ഇതിലൊരു തിരിച്ചറിവാണ്. വീട്ടിനകത്തെ സാഹചര്യങ്ങളെ മുഴുവൻ നിങ്ങൾ ആരാകുന്നു, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രതലങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ഈ നിലയിൽ നിങ്ങൾ ആത്മീയരാണെങ്കിൽ, നിങ്ങൾ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ സജീവരാണോ? കേവലം സൺഡേ ക്രിസ്ത്യൻസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആക്റ്റീവായിട്ട് പ്രാക്ടീസിങ് ക്രിസ്ത്യൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രാക്ടീസിങ് ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ നിൻ്റെ വീട് ഒരു സമാധാനത്തിൻ്റെ സങ്കേതമായിട്ട് മാറും. ഹസ്ബൻഡ് വൈഫ് യൂണിറ്റി. അയ്യോ, ചില വീടുകളിലൊക്കെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള അപ്പനമ്മമാരുടെ തലയും കുത്തിയുള്ള, എന്തിനാ ഇങ്ങനെ? ഒന്നും ചെയ്യണ്ട. നീ ആരാകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇതെല്ലാം നിനക്ക് വാക്കുകളിലും പ്രാർത്ഥനയിലും ഇതിനെ ചരട് പിടിക്കാൻ നോക്കും. കുട്ടികളൊക്കെ തന്നെ പഠിക്കും. ആമേൻ. അവർക്ക് നല്ല മാർക്സ് ലഭിക്കും. അവിടെ വലിയ ബഹളവും വേർഡ് കേഴ്സസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭയങ്കരമായിട്ടൊരു കാംനെസ് വീടിനകത്ത് വ്യാപരിക്കും. ഈ നിലവാരത്തിൽ നിന്റെ വീടിനെ നീ സ്വാധീനിക്കണം, നിന്റെ നെയ്ബേഴ്സിനെ നീ സ്വാധീനിക്കണം, നീ ആയിരിക്കുന്ന പാർക്കുന്ന സ്ഥലത്തെ നീ സ്വാധീനിക്കണം. അവിടെയുള്ള സാഹചര്യങ്ങളെ, അവിടെയുള്ള സംവിധാനങ്ങളെ സ്വാധീനിക്കുവാൻ തക്കവണ്ണമുള്ള നിലവാരത്തിലാണ് കർത്താവ് നിന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തിരിച്ചറിയുന്നവരുടെ മേലൊരു പകർച്ച ഇപ്പോൾ സംഭവിക്കട്ടെ. ആ നിലയിൽ പ്രതലങ്ങൾക്ക് മാറ്റം സംഭവിക്കുവാൻ പോകുന്നൊരു മീറ്റിംഗ് ആണ് ഈ മീറ്റിംഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ കർത്താവ് ലിഫ്റ്റ് ചെയ്യാൻ പോകുകയാണ്. നിങ്ങളായിരിക്കുന്ന ആ പ്രതലത്തിൽ നിന്ന് അടുത്തൊരു പ്രതലത്തിലേക്ക് കർത്താവ് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ പോകുന്ന സമയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയാണ് കർത്താവ് നിങ്ങൾക്ക് ഒരു വാതിൽ തുറന്നിരിക്കുന്നത്. വാ 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 വാ. ഓ ഹോ 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 ഓ ഹോ 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 ഹോ. ആമേൻ. ഈ പ്രതലങ്ങൾ ഉള്ളതുപോലെ തന്നെ
ആത്മതലങ്ങളിൽ ഡോഴ്സ് ഉണ്ട്, വാതിലുകളുണ്ട്. ആത്മതലങ്ങളിൽ ഗേറ്റുകളുണ്ട്. ആത്മതലങ്ങളിൽ വിൻഡോസ് ഉണ്ട്. ആത്മതലങ്ങളിൽ പോർട്ടൽസ് ഉണ്ട്. അങ്ങനെ വലിയ ഓപ്പണിങ്സ്, വ്യത്യസ്തമാകുന്ന ഓപ്പണിങ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ബിൽഡിങ്ങിന് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമാകുന്ന ഓപ്പണിങ്സ് ഉണ്ട്. ഡോഴ്സ് മാത്രമല്ല, ചിലയിടങ്ങളിൽ നിങ്ങൾക്ക് വിൻഡോസ് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങോട്ട് കയറുന്നിടത്തൊരു ഗേറ്റ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഗേറ്റുകൾ ആത്മതലങ്ങളിലുണ്ട്, ഡോറുകൾ ആത്മതലങ്ങളിലുണ്ട്, വിൻഡോകൾ ആത്മതലങ്ങളിലുണ്ട്, പോർട്ടലുകൾ അത് ഭയങ്കരമാണ്. ഇവിടെ കാണും ഒരു പോർട്ടൽ ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ എക്സോഡസിൻ്റെ സംഭവം മാറും. വാ, ഒരു പക്ഷെങ്കിൽ ഇപ്പോഴായിരിക്കും, ഈ മീറ്റിങ്ങിലായിരിക്കും ഒരു പോർട്ടൽ കർത്താവ് തുറന്നു തരാൻ പോകുന്നത്. വാ 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 രഥ 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 ഒരു അഭിഷക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കർത്താവ് തുറന്നിടാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യ സംബന്ധമാകുന്ന ഡോറുകൾ നിനക്ക് തുറന്നു കിടക്കണം. ഇടയ്ക്കിടയ്ക്ക് അടഞ്ഞിട്ട് പിന്നെയും പോയി ഉപവസിച്ച് തുറക്കാൻ വേണ്ടിയല്ല, 24 hours നിനക്ക് ആ ഡോർ തുറന്നു കിടക്കണം. ദൈവരാജ്യ സംബന്ധമാകുന്ന വിൻഡോകൾ ഫൈനാൻസുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയാണ്, ഫൈനാൻസിൻ്റെ മേഖലയാണ്. മലാക്കിയിൽ വിൻഡോസിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് നിനക്ക് ആ വിൻഡോസ് തുറന്നു തരാൻ പോകുകയാണ്. അപ്പോൾ നീ ഒരു അഭിഷക്തനാകുന്നുവെങ്കിൽ നിനക്ക് വിൻഡോസ് 24 hours a day, 7 days a week തുറന്നു കിടക്കണം. നീ ഒരു അഭിഷക്തനാകുന്നുവെങ്കിൽ ഗേറ്റുകൾ തുറന്നു കിടക്കണം. നിനക്ക് വേണ്ടിയുള്ള ആ ശുശ്രൂഷയുടെ ഗേറ്റുകൾ, രാജ്യത്തിൻ്റെ ഗേറ്റുകൾ, പട്ടണത്തിൻ്റെ ഗേറ്റുകൾ. ഒരു പട്ടണത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു ഗേറ്റ് തുറന്നെങ്കിൽ മാത്രമേ സ്പിരിച്വലി ഒരാൾക്ക് എൻട്രി കിട്ടത്തുള്ളൂ. നീ ചെല്ലുമ്പോൾ കൽക്കട്ടയുടെ ഗേറ്റ് തുറന്നു കിടക്കട്ടെ നിനക്ക് വേണ്ടി. നീ ചെല്ലുമ്പോൾ ഡൽഹിയുടെ ഗേറ്റ് നിനക്ക് വേണ്ടി തുറന്നു കിടക്കട്ടെ. നിനക്ക് വേണ്ടി ഗേറ്റുകൾ തുറന്നു കിടക്കട്ടെ. പിന്നെ പോർട്ടലുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒരു പോർട്ടലാക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ നിന്നെ ഒരു പോർട്ടലാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇതൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഈ ദൈവരാജ്യ സംബന്ധമായിട്ട് ഡോറുകളും വിൻഡോകളും പോർട്ടലുകളും ഗേറ്റുകളും ഉള്ളതുപോലെ തന്നെ പൈശാചിക മേഖലയിലും ഡോറുകളും വിൻഡോകളും ഗേറ്റുകളും ഉണ്ട്. പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ദൈവരാജ്യ സംബന്ധമാകുന്ന ഗേറ്റ് അടഞ്ഞു കിടക്കുക, ഡോർ അടഞ്ഞു കിടക്കുക, വിൻഡോ അടഞ്ഞു കിടക്കുക. പിശാചുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ കുടുംബത്തിന് നേരെ വാതിൽ, പൈശാചിക വാതിൽ തുറന്നു കിടക്കുക, പൈശാചിക ഗേറ്റ് തുറന്നു കിടക്കുക. മന്ത്ലി ഇൻകം 1 ലക്ഷം രൂപയാണ്. ഇത് 10ാം തീയതി കഴിയുമ്പോൾ എവിടെ പോയെന്ന് അറിയത്തില്ല. പിന്നെ കടം മേടിക്കുക. ഇവിടെ അങ്ങനെയുള്ളവർ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ഉണ്ട് ഇങ്ങനെയുള്ള ആളുകൾ. ഇന്നലെ ഞാൻ ഒരാളെ കണ്ടു, നല്ല ശമ്പളമുണ്ട്. അപ്പോൾ ഞാൻ സാമ്പത്തികമില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, പറയുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു പറഞ്ഞു, നിന്റെ സാമ്പത്തികത്തെ
ചോർത്തിക്കൊണ്ടുപോകുന്ന ഒരു ദുരാത്മാവിനെ കാണുന്നു. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശരിയാണ്, എൻ്റെ പാസ്റ്ററെ ഇത്ര ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ ഭർത്താവ് കുടിയനായിപ്പോയി. അദ്ദേഹം 20 ലക്ഷം രൂപ എൻ്റെ പക്കൽ നിന്ന് എന്നെ കൊണ്ട് പേഴ്സണൽ ലോൺ എടുപ്പിച്ചു. ആ പേഴ്സണൽ ലോൺ എടുപ്പിച്ചപ്പോൾ എൻ്റെ ശമ്പളത്തിൽ നിന്നാണ് അതിൻ്റെ റീപേയ്മെൻറ്റ് പോകുന്നത്. ഇപ്പം ശമ്പളം 20 ലക്ഷം രൂപയുടെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ശമ്പളമൊന്നും കൈ കിട്ടാനില്ല. ഭർത്താവ് ഇപ്പോഴും കുടി നിർത്തിയിട്ടുമില്ല. പലരുടെയും ജീവിതത്തിൽ ഇതേപോലെയുള്ള ഡോറുകൾ തുറന്നു കിടക്കുകയാണ്. അഭിഷേകം ഇന്ന് ചലിക്കണം. അങ്ങനെ ഡോർ തുറന്നു കിടക്കുന്ന, പൈശാചിക വാതിലുകൾ തുറന്നു കിടക്കുന്ന, പൈശാചിക ഗേറ്റുകൾ തുറന്നു കിടക്കുന്ന, പൈശാചിക വിൻഡോകൾ തുറന്നു കിടക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ നമുക്കത് അടയ്ക്കണം. അടച്ചിട്ടേ പോകാവൂ. വാ, ആ വാതിലുകൾ നമുക്ക് അടയ്ക്കാം. ദൈവരാജ്യ സംബന്ധമാകുന്ന വാതിലുകൾ നമുക്ക് തുറക്കാം. ഓ, നിന്റെ അഡ്വാൻസ്മെന്റിന് വിരോധമായി നിൽക്കുന്ന, നിന്റെ മുന്നേറ്റത്തിന് വിരോധമായി നിൽക്കുന്ന പൈശാചിക വാതിലുകൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ അടയട്ടെ. നിന്റെ മുന്നേറ്റത്തിന് വിരോധമായി നിൽക്കുന്ന സകല പൈശാചിക ഗേറ്റുകളും ഈ പകൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ അടയട്ടെ. നിന്റെ മുന്നേറ്റത്തിന് വിരോധമായി നിൽക്കുന്ന സകല പൈശാചിക വിൻഡോകളും യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ പകൽ അടയട്ടെ. വാ 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 വാ. ഈ ഞാൻ ഇൻക്രീസിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇൻക്രീസ് എൻഡ്ലെസ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഫൈനാൻസിൻ്റെ മേഖലയും നിനക്ക് വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് വർധനവാണ് വരുന്നത്. ശൂന്യതയും ഇല്ലായ്മയും കടവും ബാധ്യതയും അങ്ങനെയല്ല, നിനക്ക് വർധനവിനെ മുന്നോട്ട് പോകുമ്പോൾ മുന്നേറ്റമാകുന്നുവെങ്കിൽ നിന്റെ ഫൈനാൻസിൻ്റെ മേഖലയിലും ഒരു എൻഡ്ലെസ് ഇൻക്രീസിനെ കർത്താവ് റിലീസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനെ തടയുന്ന സകല വിൻഡോകളും ഇപ്പോൾ, അതിനെ തടയുന്ന പൈശാചിക വിൻഡോകൾ, ഓപ്പണായി കിടക്കുന്ന വിൻഡോകളെ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ അടയ്ക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവരാജ്യ സംബന്ധമാകുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. ദൈവരാജ്യ സംബന്ധമാകുന്ന വിൻഡോകൾ തുറക്കപ്പെടട്ടെ. ദൈവരാജ്യ സംബന്ധമാകുന്ന ഗേറ്റുകൾ തുറക്കപ്പെടട്ടെ. ദൈവരാജ്യ സംബന്ധമാകുന്ന പോർട്ടലുകൾ തുറക്കപ്പെടട്ടെ. വാ 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 വാ. ഓ യിസ്ബെല്ലസേന തൈലർ തുഫൽ തരാല ഷംറിന വിസസ്മന രഗതുസ്മന തനി. ഓ, അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. അപ്പുറത്തുള്ളതെല്ലാം അടയട്ടെ, ദൈവരാജ്യ സംബന്ധമായതെല്ലാം തുറക്കട്ടെ. റിഗ്രറ്റുകളില്ലാതെ ഇനി ജീവിക്കാൻ കഴിയും. തിരിഞ്ഞു നോക്കരുത്. സംഭവിച്ചൊക്കെ സംഭവിച്ചു. ഇന്ന് മുതലൊരു ഫ്രഷ് മൂവാ, ഒരു പുതിയ തുടക്കമാ. ഈ പഴയതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ. ഈ അത് നടന്നില്ലേ, 2024 അത് പോയല്ലോ, ഇത് പോയി, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിനക്ക് വേണ്ടി പുതിയൊരു കാര്യം കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ഖേദങ്ങളിൽ ജീവിക്കരുത്, ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കരുത്. നിനക്ക് വേണ്ടി കർത്താവ് തുറന്നിരിക്കുന്ന ഈ പുതിയ വാതിലിലേക്ക് നീ പ്രവേശിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ജീവിതം മാറാൻ പോകുകയാണ്. നീ ഒരു എൻഡ്ലെസ് ഇൻക്രീസിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. നിന്നെ കർത്താവ് ഒരു ഹിസ്റ്ററിയാക്കി മാറ്റുവാൻ പോകുന്നു, ഒരു ചരിത്രമാക്കി മാറ്റുവാൻ പോകുന്നു. മാത്രമല്ല, നിന്നെ കർത്താവ് ഒരു പോർട്ടലാക്കി മാറ്റുവാൻ പോകുകയാണ്. ഏതെങ്കിലും ഒരു പെൻസക്കോള റിവൈവൽ പോർട്ടലിന് വേണ്ടി നീ കാത്തിരിക്കേണ്ട കാര്യമില്ല. അസൂസ റിവൈവൽ പോർട്ടലിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല. നിന്നെ കർത്താവ് ഒരു റിവൈവൽ പോർട്ടലാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഓ
ഓപ്പൺ 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 ഓപ്പൺ. വിൻഡോ ഓപ്പൺ ആകട്ടെ. ഓപ്പൺ 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 ഓപ്പൺ. ഡോഴ്സ് ഓപ്പൺ ആകട്ടെ. വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഓപ്പൺ 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 ഓപ്പൺ. ഗേറ്റുകൾ തുറക്കപ്പെടട്ടെ. ഗേറ്റുകൾ തുറക്കപ്പെടട്ടെ. ഗേറ്റുകൾ തുറക്കപ്പെടട്ടെ. ഗേറ്റുകൾ തുറക്കപ്പെടട്ടെ. ഇവിടെ ഇരിക്കുന്ന പലരെയും കർത്താവ് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരെയൊക്കെ പിടിച്ച് പിശാച് എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൊണ്ടൊന്ന് കുരുക്കിലിടും. ഇന്നലെ ഒരാൾ നോക്കി ഞാൻ പ്രവചിക്കുമ്പോൾ പറഞ്ഞു, നിന്നെ ഒരു പ്രവാചകയാക്കി ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നിന്നെ ഇപ്പം കുരുക്കിനകത്ത് പിശാചിട്ടിരിക്കുക. ഇയാളിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആളിനെ ഒരു പ്രൊഫറ്റ് ആക്കുക എന്നുള്ളതാണ്. പ്രൊഫറ്റിക് മെസ്സേജസ് കൊടുക്കാൻ വേണ്ടിയാണ് ആളിനെ കർത്താവ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ താൽക്കാലികമാകുന്ന എന്തൊക്കെയോ കാര്യങ്ങളിൽ കുരുക്കിലിട്ടിരിക്കുകയാണ്. ആ കുരുക്ക് മുഴുവൻ പൊട്ടിക്കണം. മുഴുവൻ പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവരണം. അടിച്ച് പൊളിച്ചതിനെ പുറത്ത് കൊണ്ടുവന്നിട്ട് നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിലേക്ക് നീ പ്രവേശിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഗേറ്റുകൾ തുറക്കപ്പെടാൻ പോകുന്നു. ഗേറ്റുകൾ തുറക്കപ്പെടാൻ പോകുന്നു. അങ്കമാലിയുടെ ഗേറ്റ് തുറന്നതുപോലെ, അങ്കമാലിയുടെ, ഈ ചർച്ചിന് വേണ്ടി അങ്കമാലിയുടെ ഗേറ്റ് തുറന്നതുപോലെ, ദുബൈയുടെ ഗേറ്റ് തുറന്നതുപോലെ, ബഹറിന്റെ ഗേറ്റ് തുറന്നതുപോലെ ഗേറ്റുകൾ തുറക്കപ്പെടാൻ പോകുകയാണ്. ഇനിയും ഗേറ്റുകൾ തുറക്കപ്പെടാൻ പോകുകയാണ്. തിരുവല്ലയുടെ ഗേറ്റ്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ദൈവദാസൻ തിരുവല്ലയിൽ പോയി. തിരുവല്ലയുടെ ഗേറ്റ് സത്യത്തിൽ ഈ ചർച്ചിന് വേണ്ടിയാണ് കർത്താവ് തുറന്നിരിക്കുന്നത്, ഒരാളിനെ. അതേപോലെ നിങ്ങളെ ഓരോരുത്തരെയും അയച്ച് കർത്താവ് ഈ ചർച്ചിലൂടെ ഗേറ്റുകളെ തുറക്കാൻ പോകുകയാണ്. ഓരോരോ പട്ടണങ്ങളുടെ ഗേറ്റുകളെ തുറക്കാൻ പോകുകയാണ്. അങ്ങനെ സ്പ്രെഡാകണം. അങ്ങനെ ഇതങ്ങ് സ്പ്രെഡാകണം. ഇത് സംഭവിക്കുന്ന കാര്യമുണ്ട്. ഗേറ്റുകൾ തുറക്കപ്പെടും. നിങ്ങൾ ഇതിനകത്തിരിക്കുന്നവരെയൊക്കെ കർത്താവ് ആ നിലയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഓരോരുത്തരുടെ മേൽ ഒരു അഭിഷേകത്തിൻ്റെ പുതപ്പ് വീണാൽ മതി. നിങ്ങളുടെ മേലെ ഈ സഹോദരിമാർ വിശ്വസിച്ച് സ്വീകരിക്കണം. സഹോദരിമാരുടെ മേലെ അഭിഷേകത്തിൻ്റെ പുതപ്പ് വീണാൽ മതി. ഓ ഹോ 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 ഹോ. നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കോള് വന്ന് എടുത്തില്ല. മിജർ ഡെറിൻ എന്ന് പറയുന്ന ഒരു അരുണാചൽ പ്രദേശിൽ നിന്നാണ്. മിജറിൻ്റെ കോള് വന്നു. മിജറിന് അപ്പം ഞാൻ 25 വർഷങ്ങൾക്കും മിജറിനെ ആ ചർച്ചിലേക്ക് എടുത്തുകൊണ്ട് വരികയാണ്. മിജർ സ്കൂൾ അധ്യാപികയായിരുന്നു. എടുത്തുകൊണ്ട് വരികയാണ്. നടക്കാൻ കഴിയത്തില്ല. ആസ്മ വന്നിട്ട് അതുപോലെ ലങ്സ് മുഴുവൻ വീക്കായിട്ട് ഹൈദരാബാദിൽ മത്സ്യചികിത്സ വരെ നടത്തിയിട്ട് രക്ഷപ്പെടാത്ത ആൾ ഇന്ത്യയിലെ സകല ആശുപത്രികൾ കയറി ഇറങ്ങിയിട്ട് അന്ന് ആ ഉണർവ് നടക്കുമ്പോൾ കൊണ്ടുവന്നപ്പോൾ ആ ഉണർവ് വിളിച്ചു സൗഖ്യമായി. എടുത്തുകൊണ്ട് വന്ന ആൾ നല്ല ബലത്തിൽ നടന്നു മടങ്ങിപ്പോയി. അടുത്ത ഞായറാഴ്ച വന്നിട്ട് ഈ സഹോദരി യേശുവിനെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളാണ്. ആദ്യം യേശുവിനെ കുറിച്ച് അവിടെ വന്ന് കേട്ടപ്പോൾ അവളുടെ ഹൃദയത്തിലുള്ള ചിന്ത യേശു ഭയങ്കര നീളമുള്ള ഒരാളാണെന്നാണ്. അങ്ങനെയുള്ള ഇമാജിനേഷൻസാണ്. കാരണം ഇവിടെ പ്രസംഗിച്ച ആൾ പറഞ്ഞു, യേശു ചന്ദ്രനെ പോലെ, ചന്ദ്രനേക്കാളും സൂര്യനേക്കാളും, അവിടെ ചന്ദ്രനും സൂര്യനും എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പ്രസംഗിച്ച ആൾ പറഞ്ഞു, ചന്ദ്രനേക്കാൾ വലിയവനാണ് യേശു, സൂര്യനേക്കാൾ വലിയവനാണ് യേശു. അപ്പം മിജർ അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഇത്രയും നീളമുള്ള വ്യക്തിയാണോ യേശു? അതാണ് അവൾക്ക് യേശുവിനെ കുറിച്ച് ഉള്ള ധാരണ. യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ ആള് അടുത്ത ആഴ്ച വന്ന് പറയുകയാണ്, ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. എന്താണ്? ഞാൻ സൗഖ്യമായത് മാത്രമല്ല, ഞങ്ങളുടെ വീട് മുഴുവൻ പാറ്റായിരുന്നു, വീട് മുഴുവൻ എലിയായിരുന്നു.
വർഷങ്ങളായിട്ട് ഈ പാറ്റയെ പുറത്താക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു. പിന്നെ പാറ്റയോട് ചേർന്ന് ഞങ്ങളങ്ങ് അഡാപ്റ്റബിലിറ്റി ഉണ്ടായി. പാറ്റയോട് ചേർന്ന് ജീവിക്കുക, എലിയോട് ചേർന്ന് ജീവിക്കുക. എൻ്റെ പാസ്റ്ററെ, ഞാൻ എൻ്റെ ജീവിതം യേശുവിന് കൊടുത്തിട്ട് തിരിച്ചു ചെന്നപ്പോൾ വീട്ടിൽ പാറ്റ ഇല്ല. വീട്ടിലെ എലികളെ കാണാനില്ല. ആ നിലയിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് സംഭവിച്ചത്. പിന്നെ ഒരു 4-5 ആഴ്ച കഴിഞ്ഞപ്പോൾ പ്രസംഗിക്കുന്നുണ്ട് ഫാസ്റ്റർമാർ പറയും, 2 ദിനവൃത്താന്തം 3-ാം അധ്യായം. ഈ സ്ത്രീ ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് ബൈബിൾ വായിക്കുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇവൾ എവിടെ പോയാണ് ഈ ബൈബിൾ പഠിച്ചത്. ഇവൾ സ്കൂൾ അധ്യാപികയാണ്. കിട്ടിയ ബൈബിൾ മുഴുവൻ പഠിച്ചു മാത്രമല്ല 3-4 ആഴ്ചകൾക്കുള്ളിൽ എല്ലാ പുസ്തകങ്ങളുടെയും പേര് ബൈഹാർട്ടാക്കി ബൈബിൾ ഞായറാഴ്ച വായിക്കത്തക്കവണ്ണമുള്ള നിലയിൽ എത്തിച്ചേർന്നു. അപ്പോൾ അവൾക്ക് ട്രാൻസ്ഫറും കിട്ടി. അവളെ എടുത്ത് ബോറത്തൊട്ടിട്ടു. ഞങ്ങൾ വിചാരിച്ചു പോയി വിശ്വാസം പോയെന്ന് വിചാരിച്ചു. ഈ കൊച്ചു ശൈശവത്തിലായിരിക്കുന്നൊരു വിശ്വാസിക്ക് ട്രാൻസ്ഫർ ആയല്ലോ, എന്തു സംഭവിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് കോൾ വന്നു, പാസ്റ്ററെ വരണം, ഞങ്ങൾ ഇവിടെ ഒരു പ്രാർത്ഥന തുടങ്ങി, അതൊരു സഭയായി തീർന്നിരിക്കുകയാണ്. വാ, ഹല്ലേലൂയ. ഇന്ന് പാസിക്കട്ട് ചർച്ചിൻ്റെ പാസ്റ്ററും പാസിക്കട്ട് ഏരിയയുടെ ഓവർസിയറുമായിട്ട് പ്രവർത്തിക്കുകയാണ് ആ സഹോദരി. അപ്പോൾ ആ സഹോദരി എന്നെ അവിടുത്തെ ഒരു കൺവെൻഷന് വേണ്ടി വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ അതേപോലെ പുതപ്പ് വീഴട്ടെ. ടേക്ക് ദാറ്റ്. വാ 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 വാ. ശബറിയ ശബറിയ വെല്ലസെ കലാതരാസകല റബിന ഹസരബിദനതകലതകല ഓറജുന സബിധനെ ലിയാന്ധർവദന തഗൽബനതികർഥനെ ഓർബിനെ അസുരി വെലഗദനത്ര അബില വസതന വിലാതന യാഥ നരാജുന സമർത്ഥന ശബില ശബന സമർത്ഥന ലിയാഥന ഓ രക്ഷബന രസതന നാഥന ജയ് 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 ബക്കാതന നാഥന വാ, ഗേറ്റുകൾ തുറക്കപ്പെടട്ടെ. പട്ടണങ്ങളുടെ ഗേറ്റുകൾ തുറക്കപ്പെടട്ടെ. ശുശ്രൂഷയുടെ ഗേറ്റുകൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ റഷ്യയുടെ ഗേറ്റ് തുറക്കപ്പെടട്ടെ. നിങ്ങളിൽ ചിലരെ കർത്താവ് റഷ്യയുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുകയാണ്. ആമേൻ. കേരളത്തിലെ ജയിലുകളിൽ പോയി സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി അങ്ങനെ ചില കണക്ഷൻസ് വരുന്നു. ചില ഗേറ്റുകൾ തുറക്കപ്പെടുകയാണ്. ഓ യെസ്, ഓ വിശ്വസിച്ച് സ്വീകരിച്ചോ. ടേക്ക് ഇറ്റ്. വാൽക്കബേ അനാഥാര അസത്തൽകനെ ജലത്തുരെ ചില അനാഥശാലകളുമായിട്ടുള്ള ബന്ധത്തിൽ ഗേറ്റുകൾ തുറക്കപ്പെടുന്നു. വാൽമുറു ഫല്ലെ ചെന്നത്തർ വീന ഹമാസഫദനിലി. ഹല്ലേലൂയ. ഈ വാതിൽ തുറന്നിട്ടാണ് കർത്താവ് വിളിച്ചു പറയുന്നത്, ഇവിടെ കയറി വരിക. വാതിൽ തുറക്കുക എന്നത് കർത്താവ് ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഇനിയാണ് പ്രശ്നം. വാതിൽ കർത്താവ് തുറന്നു, എന്നാൽ കർത്താവ് എന്താണ് പറയുന്നത്? ഇവിടെ കയറി വരിക. എന്താണ് അതിൻ്റെ അർത്ഥം? കയറി ചെല്ലുക എന്ന് പറയുന്നത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഓ, വാതിൽ തുറക്കുക എന്ന് പറയുന്നത് യേശുവിൻ്റെ ഉത്തരവാദിത്തമാണ്. കയറി ചെല്ലുക എന്ന് പറയുന്നത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഓ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. നീ കയറി ചെല്ലേണ്ടത് ആവശ്യമാണ്. സോ മോൻ്റെ പേരെന്താ? അഭിജിത്ത്. കിട്ടിയില്ല. അമിത്. അമിത് 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 അമിത്. കർത്താവ് അമിത്തിന് വേണ്ടി വാതിൽ തുറന്നിരിക്കുകയാണ്. എന്നാൽ അവിടെ കയറി ചെല്ലുക എന്ന് പറയുന്നത് അമിത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നമുക്ക് രണ്ടുപേർക്കൂടെ ഒരു കാര്യം അവർക്ക് കാണിച്ചു കൊടുക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ അമിത്തിൻ്റെ പേര് വിളിച്ചത്. അവൻ വാ, ഹല്ലേലൂയ. പഠിക്കുകയാണോ അതോ ജോലി വല്ലതാണ്? ചർച്ച് മിനിസ്റ്റർ. ഓക്കെ ഓക്കെ. ഓ, താങ്ക് യു.
അമിത്തിന് വേണ്ടി കർത്താവ് വാതിൽ തുറന്നു. ഒരു ഉയരമല്ലേ, ഉയരമാകുമ്പോൾ ഉയരത്തിൽ ചെല്ലണമെങ്കിൽ ഒരു ലിഫ്റ്റ് ഉണ്ടാകണമല്ലോ. ഇവിടെ നിന്ന് നമ്മളെ അവിടെ എത്തിക്കണമല്ലോ. അമിത്തിന് വേണ്ടി വാതിൽ തുറന്നിരിക്കുകയാണ്. പക്ഷെ കയറിപ്പോണ്ടത് ആരുടെ ചുമതലയാണ്? അമിത്തിൻ്റെ ചുമതലയാണ്. അപ്പം അമിത് ശ്രമിക്കുകയാണ്, വാതിൽ തുറക്കുകയും ചെയ്തു. അമിത്തിന് ഇതിന് യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. അമിത് ഇപ്പോൾ വളരെ സന്തോഷവാനായിരുന്നു. ഇപ്പോൾ ഉള്ള ദൗത്യങ്ങളിൽ 2025 വളരെ ഹാപ്പി ആയിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള ഇയർ അല്ലായിരുന്നു. എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. വളരെ സന്തോഷവാനായിട്ടിരിക്കുമ്പോൾ ഇത് കർത്താവ് തന്നെ എടുത്തിരിക്കുന്ന ഇനിഷ്യേറ്റീവാണ്. കർത്താവ് ഇവന് വേണ്ടി, ഇവനെ നോക്കിയപ്പോൾ ഇവൻ വിശ്വസ്തനാണെന്ന് കർത്താവ് കണ്ടു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഈ മിനായുടെ ഉദാഹരണത്തിലും കർത്താവ് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോണം, ഈ അതോറിറ്റിയിൽ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്ന് പറയുന്നത്, നിനക്ക് ലഭിച്ചിരിക്കുന്ന 2 താലന്ത്, ആ 2 താലന്ത് നീ വിശ്വസ്തയോടുകൂടെ വ്യാപാരം ചെയ്യുമ്പോൾ, അവിടെ ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ട്. വ്യാപാരം ചെയ്യണമെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ആവശ്യമാണ്. പിന്നെ വ്യാപാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. നീ ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഈ കിട്ടിയ 2 താലന്തിനെ നീ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അവിടെ നിനക്കൊരു മാനേജറുടെ കപ്പാസിറ്റി ഉണ്ടാകണം. കാരണം പ്രോഫിറ്റ് ഉണ്ടാക്കണം. നീ ഇത് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കണം. അവിടെ ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതോടൊന്നിച്ച് തന്നെ നിൻ്റെ മാനേജിങ് കപ്പാസിറ്റി ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോഴാണ് കർത്താവ് നോക്കുന്നത്, ഓൾ റൈറ്റ്, 2 പട്ടണത്തിന് ഞാൻ ഇവനെ അധികാരിയാക്കാൻ പോകുകയാണ്. വാ 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 ഹാ 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 ഓറാ ബഷലറല ഹദദ ജബ്രിജിബിലി നകല ബറദദ. ഞാൻ ഈ കഴിഞ്ഞ ജൂൺ മാസം കഴിഞ്ഞപ്പോഴെന്നെ ടാൻസാനിയയിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുന്നേ ഒരുമിച്ച്, അവനെ ഫസ്റ്റ് ടൈം ആഫ്രിക്കയിൽ കൊണ്ടുവന്നത് അതിനുവേണ്ടി കർത്താവ് എന്നെ ഉപയോഗിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോവുകയുണ്ട്. അങ്ങനെ അദ്ദേഹം എൻ്റെ കൂടെ ആഫ്രിക്കയിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ കേൾക്കും, പാസ്റ്ററെ ഞാൻ പിന്നെ ആഫ്രിക്കയിൽ വന്നു. ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ ഈ റുവാണ്ടയിലുണ്ട്. ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ നൈജീരിയയിലുണ്ട്. അവൻ പിന്നെ ആഫ്രിക്കയിൽ ഇങ്ങനെ സഞ്ചരിക്കുവാൻ തുടങ്ങി. ആഫ്രിക്കയിൽ സഞ്ചരിച്ച് അവിടെ ടാൻസാനിയയിൽ വന്നിട്ട് ടാൻസാനിയയിൽ ഒരത്ഭുതം സംഭവിച്ചു. 5 ഏക്കറോളം ലാൻഡ് കിട്ടി. ആ ലാൻഡിൽ ഏകദേശം ഒരു ഹ്യൂജ് ക്യാമ്പസ്, ഓൾമോസ്റ്റ് 5 crores rupees മുടക്കിയൊരു ബൈബിൾ സ്കൂൾ അങ്ങ് പണിതു. ചർച്ച്, ബൈബിൾ സ്കൂൾ, ഡോർമെറ്ററീസ്, പാസ്റ്റേഴ്സ് റെസിഡൻസ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പുതിയ കാര്യം, ഒരു ചെറിയ കാര്യം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, പാസ്റ്ററോടൊന്ന് വരുമോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊരു ഡോർ ഓപ്പൺ ആയിരിക്കുകയാണ്. ഡോറല്ല, ഗേറ്റ് ഓപ്പൺ ആയിരിക്കും. ഒരു രാജ്യത്തിൻ്റെ ഗേറ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് താമസിക്കാൻ വീടുണ്ടാക്കിയിട്ടിരിക്കുകയായി പുള്ളി. അപ്പോൾ ഞാൻ അവിടെ താമസിച്ചു കഴിഞ്ഞപ്പോൾ ചുറ്റും വില്ലേജുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്താ പേര്? മോശ. ചോദിക്കും, മോശ ആരാണെന്ന് അറിയാമോ? ഇല്ല. എടാ, നിന്റെ പേര് മോശ എന്നാ, നിനക്ക് മോശ ആരാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരാളെ, നോഹ എന്ന് പേരുള്ള ഒരാളിനെ കണ്ടു. നോഹ. അപ്പം ഞാൻ ചോദിച്ചു, നീ ഒരു നോഹയല്ലേ, നിന്റെ പേര് നോഹയല്ലേ, നീ ഒരു വലിയ ജലപ്രളയത്തെ, ഫ്ലഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫ്ലഡോ? ഇല്ല. നോഹയാണെങ്കിലും ജലപ്രളയത്തെക്കുറിച്ച് അറിയത്തില്ല. അപ്പം കർത്താവിനോട് പറഞ്ഞു, സങ്കടപ്പെടേണ്ട കാര്യമില്ല, നിനക്ക് ഞാൻ പുതിയ പണി തരിക, ഇവരെയെല്ലാം ഇത് പഠിപ്പിക്കുക. അപ്പം എൻ്റെ പ്രശ്നം ഇതാണ്. ഞാൻ ചോദിക്കുന്ന, കർത്താവേ, ഞാൻ 10-30 വർഷമായിട്ട് അരുണാചൽ പ്രദേശിൽ ഇതെല്ലാം ചെയ്തിരുന്ന ആളാ, പിന്നെയും ഗേറ്റ് തുറക്കുകയാണോ? വാ, അവിടെയാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇൻക്രീസ് എൻഡ്ലെസ് ആണെന്നുള്ളത് മനസ്സിലായത്. നിന്നെ ചില ഇടങ്ങളിൽ കർത്താവ് നിർത്തും. അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ, ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ, അവിടെ കൊണ്ട് തീരത്തിൽ അടുത്തത് തുറക്കാൻ പോകുകയാണ്. ചിലപ്പോൾ നിനക്ക് വേണ്ടി തുറക്കുന്നത് ഒരു കോണ്ടിനെൻ്റ് ആയിരിക്കും തുറക്കുന്നത്. ഇതുവരെ തുറന്നിട്ടില്ല, അതൊരു കോണ്ടിനെൻ്റ് നിനക്ക് വേണ്ടി തുറന്നു തരുവാൻ വിശ്വസ്തനാണ്. വാ, ഹല്ലേലൂയ.
അപ്പോൾ അമിത്തിന് യാതൊരു ആഗ്രഹവുമില്ല. എവിടുന്ന് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ സംതൃപ്തനായിട്ട് പോവുകയാണെങ്കിലും അമിത്തിൽ കണ്ട ചില കാര്യങ്ങൾ, ഒന്ന് കമ്മിറ്റ്മെൻറ്റ് കാണുകയുണ്ടായി, മറ്റൊന്ന് ഫെയ്ത്ത്ഫുൾനെസ് കാണുകയുണ്ടായി. പിന്നെ അവൻ്റെ വിസ്ഡം, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ മാനേജ് ചെയ്യുന്നതിൻ്റെ വിസ്ഡം കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഫിറ്റ് ഫോർ അനദർ പ്രൊമോഷൻ. ഓ Oh, thank you, Lord Jesus. Hallelujah. അങ്ങനെയാണ് കർത്താവ് ഡോർ തുറന്നത്. ഡോർ തുറന്നിട്ട് കർത്താവ് പറഞ്ഞു, ഓക്കെ, കർത്താവ് പറയുകയാണ്, ഇവിടെ അമിത്, ഇവിടെ കയറി വരിക. സൂസൻ, ഇവിടെ കയറി വരിക. മിനു, മിനു, ഇവിടെ കയറി വരിക. പക്ഷേ ഇപ്പൊ സൂസനും മിനുവും അമിതും എല്ലാം വലിയ സംഘർഷത്തിലായി. എങ്ങനെ കയറിപ്പോകും? ചാടി നോക്കി, എല്ലാം നോക്കി, ഉപവസിച്ച് നോക്കി, പ്രാർത്ഥിച്ചു നോക്കി, സംഭവം നടക്കുന്നില്ല. വാതിൽ തുറന്നു കിടക്കുകയുമാണ്. ഓപ്പർച്യൂണിറ്റിയുടെ ഡോർ, അവസരത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. പക്ഷേ അവിടെ ലിഫ്റ്റ് ലഭിക്കുന്നില്ല, ഒരു ഷിഫ്റ്റ് അവിടേക്ക് ലഭിക്കുന്നില്ല. സങ്കടത്തിലായി. എങ്ങനെ എത്തിച്ചേരും? കർത്താവേ, അവസരത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ ഞാൻ അവിടെ എങ്ങനെ എത്തിച്ചേരും? അവിടെ എങ്ങനെ എത്തിച്ചേരും? അങ്ങനെ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ എത്തിച്ചേരും? ഏത് പാസ്റ്ററെ കണ്ടാൽ അവിടെ എത്തിക്കാൻ കഴിയും? അമിത് സങ്കടത്തിലായിരിക്കുകയാണ്. അമിത്തിനറിയില്ല എങ്ങനെ അവിടെ എത്തിച്ചേരുമെന്ന് അറിയത്തില്ല. എന്നാൽ അമിത് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചു, തുറക്കപ്പെട്ട വാതിലിൽ എനിക്ക് എത്തിച്ചേരണം. ഹൃദയപൂർവ്വം ആഗ്രഹിച്ചു. എങ്ങനെ എത്തിച്ചേരുമെന്ന് അറിയില്ല. എല്ലാ ശ്രമങ്ങളും നടത്തി, പരാജയപ്പെട്ടു. സങ്കടമായി, നൊമ്പരമായി, ഹൃദയത്തിൽ തീവ്രമാകുന്ന വേദനയായി. അതൊരു നിലവിളിയായി, കരച്ചിലായി, പ്രാർത്ഥനയായി, ഉപവാസമായി, അന്വേഷണമായി, വചനത്തിലൂടെയുള്ള ഒരു ഓട്ട പ്രദക്ഷിണമായി. പ്രവാചകന്മാരെ കാണുവാൻ തുടങ്ങി, അഭിഷേകത്തിൻ്റെ കൈമാറ്റം സ്വീകരിക്കുവാൻ തുടങ്ങി. ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഇനിയും എങ്ങനെയാ തുറക്കപ്പെട്ട വാതിലിൻ്റെ അരികിൽ എത്തിച്ചേരുമെന്നുള്ള ആ ചിന്ത, ആത്മാവിലുള്ള ചില ആകുലതകൾ, സ്പിരിറ്റിലുള്ള ചില ആകുലതകൾ വന്നപ്പോൾ അമിത്തിൻ്റെ ജീവിതത്തിൽ തൻ്റെ പിന്നിൽ നിന്ന് ആരോ തോളിൽ തട്ടുകയാണ്. അമിത്, 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 എനിക്ക് നിന്നെ സഹായിക്കുവാൻ കഴിയൂ. അമിത്, എനിക്ക് നിന്നെ സഹായിക്കുവാൻ കഴിയൂ. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയൂ. അമിത് തിരിഞ്ഞു നോക്കിയപ്പം പുറകിൽ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, 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 പരിശുദ്ധാത്മാവ് പറയുന്നു, എനിക്ക് നിന്നെ സഹായിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ്, ഓ Holy Spirit, Holy Spirit, Holy Spirit. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുളെന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ
എന്നെ താതൻ തിരുക്കരം തേടിയെത്തി തന്റെ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാൻ അനുദിനവും എന്നെ പരനെ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാൻ അനുദിനവും എന്നെ പരനെ പരിശുദ്ധാത്മാവ് പിന്നിൽ പരിശുദ്ധാത്മാവ് നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് അമിതിനോട് പറയുകയാണ്, സൂസനോട് പറയുകയാണ്, മിനുവിനോട് പറയുകയാണ്, നിനക്ക് കഴിയാത്ത കാര്യം എനിക്ക് സാധ്യമാണ്, എനിക്ക് നിന്നെ സഹായിക്കുവാൻ കഴിയും. അനേകരുടെ ജീവിതത്തിലെ സ്റ്റാഗ്നേഷനെ, സ്തംഭനാവസ്ഥയെ ഞാനാണ് മാറ്റിയത്. അനേകരുടെ ജീവിതത്തിൽ അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ അവർക്ക് കഴിയാതെ ഇരുന്നപ്പോൾ, അവർക്ക് ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ അവരുടെ മുൻപിൽ വന്നു നിന്ന സന്ദർഭത്തിൽ അവരുടെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തത് ഞാനാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ എനിക്ക് കഴിയും. നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന ആ വാതിലിൻ്റെ അരികിൽ എത്തിക്കുവാൻ എനിക്ക് കഴിയും. നിനക്കറിയാമോ, ഹാനോക്കിനെ ഞാൻ ഉയർന്ന പ്രതലത്തിൽ എത്തിച്ചു. ഹാനോക്ക് കയറിപ്പോയത് എൻ്റെ സഹായത്തോടു കൂടിയാണ്. ഹാനോക്ക് കയറിപ്പോയത്. ഏലിയാവിനെ ഞാൻ ഉയർന്ന പ്രതലത്തിൽ എത്തിച്ചു. ആ രഥം വന്ന സന്ദർഭത്തിൽ, അഗ്നിരഥം വന്ന സന്ദർഭത്തിൽ ഏലിയാവ് എങ്ങനെയാണ് അവിടെ എത്തിയത്? ഞാനാണ് ഏലിയാവിനെ എടുത്തുകൊണ്ടുപോയത്. ഓ, ഏലിയാവിനെ ഞാൻ എടുത്തുകൊണ്ടുപോയെങ്കിൽ നിന്നെ എനിക്ക് എടുത്തുകൊണ്ട് നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന പ്രതലത്തിൽ എനിക്ക് നിന്നെ എത്തിക്കുവാൻ കഴിയും. വാ സപ്രിയ ബിക സൊഫേല തെരേനെ കലാബറാത്തിക്കൽ കരാദിൽ പൗലോസിന് ഒരു അമാനുഷിക അനുഭവം, ഒരു സൂപ്പർ നാച്ചുറൽ അനുഭവം ഉണ്ടായ സന്ദർഭത്തിൽ ആമേൻ ആത്മാവിൽ പർദീസിയോളം, മൂന്നാം സ്വർഗത്തോളം എത്തിയത് എങ്ങനെയാണെന്നറിയാമോ? ഞാനാണ് പൗലോസിനെ ആ ഉയരത്തിൽ എത്തിച്ചത്. പൗലോസിനെ ഞാൻ ആ ഉയരത്തിൽ എത്തിച്ചു എങ്കിൽ, ഹാനോക്കിനെ ഞാൻ ആ ഉയരത്തിൽ എത്തിച്ചു എങ്കിൽ, ഏലിയാവിനെ ഞാൻ ആ ഉയരത്തിൽ എത്തിച്ചു എങ്കിൽ, സൂസൻ, അമിത്, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്നെ ആ ഉയരത്തിൽ എത്തിക്കുവാൻ കഴിയും. നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന വാതിലിന്റെ അരികിൽ എനിക്ക് നിന്നെ എത്തിക്കുവാൻ കഴിയും. വാ, എനിക്ക് നിന്നെ ആ ഉയരത്തിൽ എത്തിക്കുവാൻ കഴിയും. ഇപ്പോൾ അമിത്തിനൊരു കാര്യം മനസ്സിലായി. ഭൂമിയിലായിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടത് ഹോളി സ്പിരിറ്റുമായിട്ടാണ്. വാ, എനിക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വേണ്ടത് ഹോളി സ്പിരിറ്റുമായിട്ട്. വാ, ഓ, നിനക്കൊരു ലിഫ്റ്റിൻ്റെ ആവശ്യം വരുമ്പോൾ, നിനക്കൊരു ഷിഫ്റ്റിൻ്റെ ആവശ്യം വരുമ്പോൾ, നിനക്കൊരു അഡ്വാൻസ്മെൻറ്റിൻ്റെ ആവശ്യം വരുമ്പോൾ, നിന്നെ സഹായിക്കുവാൻ മനുഷ്യർക്ക് കഴിയത്തില്ല. നിന്നെ സഹായിക്കാൻ ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റിന് കഴിയുകയില്ല. ഫൈനാൻഷ്യൽ അഡ്വൈസർക്ക് കഴിയത്തില്ല. നിന്നെ സഹായിക്കുവാൻ പല സാമൂഹിക സംഘടനകൾക്കും കഴിയത്തില്ല. ആ സന്ദർഭത്തിൽ ഹോളി സ്പിരിറ്റുമായിട്ട് നിനക്ക് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ഹോളി സ്പിരിറ്റ് നിനക്ക് ആ ലിഫ്റ്റ് തരുവാൻ പോകുകയാണ്. ഹോളി സ്പിരിറ്റ് നിനക്ക് ആ ഷിഫ്റ്റ് തരുവാൻ പോകുകയാണ്. ഹോളി സ്പിരിറ്റ് നിന്റെ ആ പ്രത്യേക സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്നു. നീ ആ തിരിച്ചറിവിലേക്ക് വരിക. നീ ആ തിരിച്ചറിവിലേക്ക് വരികയാണ് എങ്കിൽ നിന്റെ ശേഷിക്കുന്ന ആയുസ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലുള്ള ജീവിതമായി തീരാൻ പോകുന്നു. വാ 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 വാ.
Zabriye filatare labatuna vilatara batana daratana. Jatu falakala ribatana dine labara batana takalata. Amastaka berakataka sakataka la berakataka minatu da vilakata bagana dura balakata. Marabatu finatara batana. Ora beka sabara tofine yalla katovina rabatu de libatana. Ya bishuparatana. Led by the Spirit of God. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ പോലും ഗ്രീവ് ചെയ്യുവാൻ ആഗ്രഹിക്കാതെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലാകുവാൻ വേണ്ടി എനിക്ക് ആ വെളിപ്പാട് മനസ്സിലായി. ഈ കാര്യങ്ങൾ ഈ മറ്റു കാര്യങ്ങളുടെ പിന്നാലെ നടക്കുന്നൊന്നും അല്ല ഇതിനകത്തെ രഹസ്യം, വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. എനിക്കുണ്ടാകാൻ പോകുന്ന മുന്നേറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അപ്പോൾ എനിക്ക് ആത്മീയ ജീവിതത്തിൽ ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ വരികയാണ്. അവിടെ തിരിച്ചറിവിലേക്ക് വരുമ്പോൾ എൻ്റെ മുൻഗണനകൾക്ക് മുഴുവൻ മാറ്റം സംഭവിക്കുക. എൻ്റെ മുൻഗണനകൾക്ക് മുഴുവൻ മാറ്റം സംഭവിക്കണം. വാ, എൻ്റെ മുൻഗണനകൾക്ക് മാറ്റം സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സമയം ചിലവഴിക്കുന്നതിന് മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. എത്ര മണിക്കൂറുണ്ട്? 24 hours. 24 hours ടൈം എന്ന് പറയുന്നതാണ് വളരെ ഏറ്റവും പ്രധാനം. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ആര്? നിങ്ങൾ ഈ കഴിഞ്ഞു പോയ 40 വയസ്സുണ്ടെങ്കിൽ 40 വർഷം നിങ്ങളുടെ സമയം എങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചു, അതാണ് നിങ്ങൾ. അത്രേ ഉള്ളൂ. ഈ ഗെയിം കളിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവരുടെ സമയം അതിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. അവരെന്തായിത്തീരും? വലിയ ഗെയിമേഴ്സായിട്ട് തീരും. ഭാവിയിൽ വരുന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. നിന്റെ ടൈം നീ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നീ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവ ആരാധനയ്ക്ക് വേണ്ടി ഇതൊരു നിക്ഷേപമാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡ് കിട്ടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുകയാണ്, ചിലവഴിക്കുകയാണ്. അപ്പോൾ എനിക്കും റിവാർഡ്സ് കിട്ടും. എന്നാൽ നീ നിൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്യാനും സ്പെൻഡ് ചെയ്യാനും സമയം നീ ഉപയോഗിക്കാതെ നീ നിൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. പോയി വീട്ടിൽ ഇരുന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്യുന്ന മേഖലകൾ മുഴുവൻ കണ്ടെത്തിയിട്ട് അത് മുഴുവൻ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ഞാനിത് 30 വർഷം മുമ്പ് തുടങ്ങി. ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പത്രം വായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അപകടകരമാണ്. ഇവിടെ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ഒരു അധ്യായം വായിക്കുമ്പോൾ ഈ അധ്യായം വായിച്ചതിന് ശേഷം പത്രം വായിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ബൈബിൾ വായിക്കുന്നത്. അതൊരു കാര്യം, ബൈബിൾ വായിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു പേടിയുണ്ടല്ലോ. അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോഴും നമുക്ക് ഇത് ഒരു അധ്യായം വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പോയി പത്രം വായിക്കാമല്ലോ എന്നുള്ളതാണ്. നിർത്തി. അവനെ പിടിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അവൻ എന്നെപ്പോലെ ആരും ആകണ്ട. ഞാൻ ജസ്റ്റ് അനുഭവം പറയുന്നുള്ളതേ ഉള്ളൂ. ഞാൻ പിന്നെ പത്രം വായന നിർത്തി, പത്രം വീട്ടിൽ വരുത്തുന്നത് നിർത്തി, TV വീട്ടിൽ ഇത് അങ്ങനൊന്നും ചെയ്യരുത്. പോട്ടെ, അത് ആ മേഖലയിൽ പോകുന്നില്ല, പേഴ്സണലാണ്, അത് വ്യക്തിപരമാണ്. അപ്പോൾ ഈ മാതിരിയുള്ള കാര്യങ്ങളെ മുഴുവൻ ഒഴിവാക്കേണ്ട മേഖലകളെ മുഴുവൻ നിന്നെ കർത്താവ് എന്തിനാ വിളിച്ചിരിക്കുന്നത്? ഇതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഈ പകൽക്കാലം, വെള്ളിയാഴ്ച പകൽക്കാലം ഈ മീറ്റിങ്ങിന് ഇവിടെ വന്നിരിക്കുന്നവരാകുന്നു എങ്കിൽ നിങ്ങളുടെ മേലൊരു സ്പെഷ്യൽ അസൈൻമെൻറ്റും കോളും ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ മീറ്റിങ്ങിന് ഇവിടെ വന്നിരിക്കത്തില്ല. അപ്പം നിങ്ങൾക്കൊരു പ്രത്യേക കോളുള്ളവരാകുന്നു എങ്കിൽ നിന്റെ ടൈം നീ പരമാവധി പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റ് ആകുന്ന മേഖലകൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ തുടങ്ങണം. ഹല്ലേലൂയ.
Arespre katani lak robata kana regantanali. Marutufili katabana rakatani. അപ്പോൾ നീ അന്യഭാഷ പറയുന്നു, കൂടുതൽ അന്യഭാഷ പറയുന്നു. വീട്ടിലായിരിക്കുമ്പോഴും അന്യഭാഷ പറയുന്നു. ഓരോ ഫത്തക്കിന് കാറിൽ കയറി നീ അന്യഭാഷ പറയുന്നു. ബറക്കുഫന ദലബറകതനതി കൽക്കർ അബൂ ഷബറത്തിന്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ 7:30 കുഴഞ്ചിരുന്ന് യാത്ര ആരംഭിക്കുമ്പോൾ അപ്പോസ്റ്റൽ ജോഷുവ സെൽമൻ്റെ ടങ്സ് പ്രയർ ഇട്ടിട്ട് ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. മൻസ്വിൽ ജർബഖ് വാസത്തിനിലി ബാധനി അബറാർത്തിനി വിൽക്കര മഹുത്തനിലി അക്ഷ്പ്രോനിവേദൻ ജിനാർ ബന്ധനിലി. അങ്ങനെ നിങ്ങൾ തന്നെ അവരവരുടെ കാര്യങ്ങൾ അവരവരാണ് വേറെ ആരെയും അനുകരിക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. നിങ്ങൾ തന്നെ പരിശുദ്ധാത്മാവുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരും. അങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്യണം. ആ നിലയിൽ അങ്ങോട്ട് ഡിസിപ്ലിൻഡ് ആകണം. ആ നിലയിൽ കാര്യങ്ങളെ ക്രമത്തിൽ കൊണ്ടുവരണം. ഒരു ഡിവൈൻ ഓർഡറിൽ കൊണ്ടുവരണം. ഡിവൈൻ ഓർഡറിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആശയവിനിമയത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ തുടങ്ങും. ഹീസ് ന്യൂമ അലീത്തിയ, സത്യത്തിൻ്റെ ആത്മാവ്. ഹീസ് ഹാഗിയോസ് ന്യൂമ, അവൻ പരിശുദ്ധാത്മാവാകുന്നു. ഹീസ് പാരാക്ലീറ്റോസ്. ഓ ദാറ്റ് ഈസ് ഓസം. ഓ പരിശുദ്ധാത്മാവ് പാരാക്ലീറ്റോസ് ആകുന്നു. ഓ come on, he is Parakletos. Yama Sabaranadan. പാരാക്ലീറ്റോസ് എന്ന് വരുമ്പോഴേക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ ന്യൂമ അലീത്തി എന്നും വിളിക്കുന്നുണ്ട്, ഹാഗിയോസ് ന്യൂമ എന്ന് വിളിക്കുന്നുണ്ട്, പാരാക്ലീറ്റോസ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ പാരാക്ലീറ്റോസ് എന്ന് വരുമ്പോഴത്തേന് അവിടെ ആശയം അങ്ങ് വർദ്ധിക്കുകയാണ്. പാരാക്ലീറ്റോസ് എന്ന് പറയുമ്പോൾ അവിടുന്ന് നിങ്ങളുടെ ഹെൽപ്പറായിട്ടിരിക്കുകയാണ്. ഹെൽപ്പറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യ സംബന്ധമാക്കുന്ന ദൗത്യങ്ങളിൽ നീ ആയിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നീ നയിക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം നീ ചെയ്യുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. വാ ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നിന്റെ കുക്കിങ്ങിന് മാറ്റം സംഭവിക്കും. കാരണം നിന്റെ കിച്ചണിൽ ഹോളി സ്പിരിറ്റ് നിന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അങ്ങനെ വരുമ്പോൾ നിന്റെ ഡ്രൈവിങ്ങിൽ മാറ്റം സംഭവിക്കും. ഭയങ്കര പീസ്ഫുൾ ഡ്രൈവിങ് അല്ലാക്കത്ത ബിറാലാക്കത്തനെ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഓഫീസ് റെസ്പോൺസിബിലിറ്റീസിൽ മാറ്റം സംഭവിക്കും. ഭയങ്കര സമാധാനം. എല്ലാ വർക്കുകളും കൃത്യസമയത്ത് നടക്കുന്നു. ജൂനിയേഴ്സ് ഒന്നും അനുസരിച്ചില്ലെങ്കിൽ പോലും നമുക്ക് കോപമൊന്നും വരുന്നില്ല. നമുക്കൊരു പ്രത്യേകത, നമ്മുടെ നേച്ചറിനൊക്കെ, ഓഫീസിൽ തന്നെ നമ്മുടെ നേച്ചറിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ നിൻ്റെ ബിസിനസ്സിൽ മാറ്റം സംഭവിക്കും. നിൻ്റെ ബിസിനസ്സിലൊരു ഫ്ലോ ഉണ്ടാകുന്നു. അറിയാതെ കണക്ഷൻസ് വരികയാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നീ വീട്ടിൽ നിന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നിനക്ക് ഒറ്റ ബിസിനസ് മതി അടുത്ത 2 മാസം റൺ ചെയ്യാനുള്ള സംവിധാനങ്ങൾ തുറന്നു വരികയാണ്. ഓ ടേക്ക് ഇറ്റ്. ഹീസ് മൈ ഹെൽപ്പർ. അവിടുന്ന് എൻ്റെ സഹായിയാകുന്നു. അങ്ങനെ വരുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരുന്നു. നീ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇരിക്കുമ്പോൾ മണിക്കൂറുകൾ പ്രാർത്ഥന നീണ്ടുപോകുകയാണ്. ഹോളി സ്പിരിറ്റ് നീ തമ്മിലുള്ള ഇൻറ്റിമസിലേക്ക് വരുമ്പോഴത്തേന് പ്രെയർ എന്ന് പറയുന്നത് ഒരു വർക്കല്ല. പ്രെയർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമായി മാറാൻ പോകുകയാണ്. ഓ നീ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാൻ പോകുന്നു. അപ്പോ ഫലം എന്താണ്? പരിശുദ്ധാത്മാവ് ബിസിനസ്സിൽ വന്നു, പരിശുദ്ധാത്മാവ് ജോലി സ്ഥലത്ത് വന്നു, പരിശുദ്ധാത്മാവ് അടുക്കളയിൽ വന്നു, പരിശുദ്ധാത്മാവ് പ്രെയർ ലൈഫിൽ വന്നു. ഫലം എന്താണ്? എക്സലൻസ്. ആളുകൾ പറയാൻ തുടങ്ങുന്നു, ഇയാൾ ചെയ്യുന്ന കാര്യത്തിൽ ഇതൊരു സംഭവമാണല്ലോ, ഇതിനകത്തൊരു എക്സലൻസ് ഉണ്ടല്ലോ. നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നവർ പറയുകയാണ്, ഇത് വേറെ എങ്കിലും കഴിച്ചിട്ടില്ലാത്ത ഒരു രുചി ഇതിൻ്റെ മേൽ വെളിപ്പെടുകയാണല്ലോ. ഓ ഇതൊരു പകർച്ചയാണ്. ഈ വചനങ്ങൾ നീ പറയുമ്പോൾ ഇത് നീ സ്വീകരിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരാൻ പോകുന്നു. ഇതെല്ലാം ഒരു പകർച്ചയാണ്. നിന്റെ മേലൊരു പകർച്ച സംഭവിക്കുകയാണ്. നിന്റെ മേലൊരു പകർച്ച, എക്സലൻസിന്റെ ഒരു പകർച്ച സംഭവിക്കട്ടെ.
പരിശുദ്ധാത്മാവിൻ്റെ സഹായം എല്ലാറ്റിലും തേടുന്ന ഒരു മനസ്സ് നിനക്കുണ്ടാകട്ടെ. എന്തു ചെയ്യണമെങ്കിലും നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. എന്തു ചെയ്യണമെങ്കിലും നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ നിനക്ക് മനസ്സിലാകും. എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം. ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവ് വേണം. കാർ ഓടിക്കണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവ് വേണം. അടുക്കളയിൽ കുക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവ് വേണം. എല്ലാറ്റിനും പ്രാർത്ഥിക്കണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. വചനം വായിക്കണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. വേറൊരാളിനോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. വാ എടാ, ഇതെന്തൊരു നിലവാരമാണ്! അതെ, ആ ഒരു നിലവാരമുണ്ട്. അങ്ങനൊരു നിലവാരമുണ്ട്. ആ ഒരു നിലവാരത്തിൽ എത്തുന്നവരോടാണ് കർത്താവ് പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അല്ലാതെ ഉള്ളവർക്ക് ദൈവത്തെ കൂടാതെ എല്ലാ കാര്യം ചെയ്തില്ല, അവരെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ നിനക്കൊരു വളർച്ച കർത്താവ് തരാൻ പോകുകയാണ്. വളർച്ച തന്നു നീ എവിടെ എത്തിച്ചേരും? പരിശുദ്ധാത്മാവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അവരെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതിന് വിളിയുള്ള ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ അവരുടെ മേലൊരു പുതപ്പ് ഇപ്പോൾ വിടട്ടെ. Retusiti mana rifote sekeli ruvasi tofila reni bosi fili nasi keremo safatiri abshi folosi fatin maroto fisini anse barosi kalbarosi ventinili. Oh Lord Jesus, hallelujah. Mafar tespinili amtani. പരിശുദ്ധാത്മാവ് നിന്റെ സഹായിയാകുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ സഹായിയാകുന്നതിനാൽ പരിശുദ്ധാത്മാവ് ആമേൻ നിന്റെ സഹായി മാത്രമല്ല, അവിടുന്ന് പാരാക്ലീറ്റോസ് ആകുന്നതിനാൽ പരിശുദ്ധാത്മാവ് നിന്റെ കൗൺസിലർ ആകുന്നു. നിനക്ക് ആലോചന പറഞ്ഞു തരുന്നവനാകുന്നു പരിശുദ്ധാത്മാവ്. യേശുവേ, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് is your counselor. Is your counselor. എല്ലാ സ്പിരിറ്റിൽ അറന്നത്തികൾ തീ 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 ബെല്ല ശിബിരെ ചക്കര ബസക്കത്തടത്തിലത് കത്തട്ടെ കത്തട്ടെ കത്തട്ടെ, ഫയർ കത്തട്ടെ, ചില്ലമേൽ തീ കത്തട്ടെ. ഹോളി സ്പിരിറ്റ് ഈസ് യുവർ കൗൺസിലർ. ആ ഇൻറ്റിമസിയിലേക്ക് നീ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് ആലോചന പറഞ്ഞു തരുന്നവനായി തീരും. തീരുമാനങ്ങളിലല്ലേ എല്ലാവരും തെറ്റിപ്പോകുന്നത്. റോങ് ഡിസിഷൻസ്. പലരുടെയും ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തെറ്റായ തീരുമാനങ്ങൾ. അതുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവായിട്ടിരിക്കണം. പരിശുദ്ധാത്മാവായിട്ടിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിനക്ക് വിസ്ഡം തരും. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും, ഇന്ന തീരുമാനം എടുത്തോളാൻ പറയും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Holy Spirit is your counselor. പ്രാപിക്കുക പ്രാപിക്കുക പ്രാപിക്കുക. ആരുടെ മേലൊക്കെയോ തീരുമാനങ്ങൾ തീരുമാനങ്ങൾ റോങ് ഡിസിഷൻസ് റോങ് ഡിസിഷൻ. 76% മാർക്ക് കിട്ടിയിരിക്കുന്ന, സയൻസിന് മാർക്ക് കിട്ടിയിരിക്കുന്ന, ബയോളജിക്ക് മാർക്ക് കിട്ടിയിരിക്കുന്ന കുട്ടിയെ എന്തിനാണ് നീ MBBS വിടാൻ വേണ്ടി ഇത്ര നിർബന്ധിക്കുന്നത്? അതൊരു പ്രസ്റ്റേജിൻ്റെ പ്രശ്നമല്ലേ? അപ്പോൾ കൊച്ചിനെ പിടിച്ച് ബൾഗേറിയയിലും ഏതൊക്കെ രാജ്യമാണ്, ബൾഗേറിയ, ജോർജിയ, ഇവിടെ എന്തിനാണ്? 76% ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ആ കുട്ടി MBBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനാധ്വാനമല്ല, അതൊരു 10 പ്രാവശ്യം കൂട്ടി എഴുതണം. ഭയങ്കരമായിട്ട് പഠിച്ചെങ്കിലും പഠിച്ചാൽ തല തുറക്കണം, ഈ ബുദ്ധിയുടെ മണ്ഡലം തുറക്കണം. റോങ് ഡിസിഷൻസ്. എൻ്റെ അവൾക്ക് സാരമില്ലാത്ത, ഇളയ മോൾക്ക് സാരമില്ലാത്ത മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് ഒന്നിച്ച് ചിന്തിച്ചു. MBBS നമുക്ക് പോയിരുന്നു, ഈസിയായിട്ട് പോയിരുന്നു. MBBS പോകണോ അതോ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ MBBS പോകണോ
എൻജിനീയറിങ്ങിന് പോകണം. ഞങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞ് പല കാര്യങ്ങളും ചിന്തിച്ച് ഒരു ഫാമിലി ഡിസ്കഷൻ നടത്തി. ആ ഡിസ്കഷൻ നടത്തി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറഞ്ഞു. അവസാനം തീരുമാനിച്ചു ഒരു എൻജിനീയറിങ് സൈഡിലേക്ക് പോകാം. അപ്പോൾ ഏത് കോളേജ്? അപ്പോൾ അന്നേരം പറഞ്ഞു ഇപ്പം ഈ പ്രത്യേക പരിശീലനമുണ്ട്, PC തോമസ് അതുപോലുള്ള പരിശീലനമുണ്ട്. 11ാം ക്ലാസ് മുതൽ പരിശീലനം തുടങ്ങും, 12ാം ക്ലാസ്സിൽ പരിശീലനമുണ്ട്. അപ്പോൾ അതിന് സ്പെഷ്യൽ സ്കൂൾസ് ഉണ്ട്. ആ സ്കൂൾസിൽ ഈ സ്കൂളിൽ നിന്ന് തന്നെ പോയി അവിടെ ജോയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ സ്കൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ DD ഒക്കെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെയാണെങ്കിൽ IIT അതുപോലുള്ള കോളേജുകൾ കിട്ടും. അങ്ങനെ DD ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ പോയി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ അവിടെ തിരുവല്ലാത്തിനുള്ളൊരു സ്കൂള്. ആ കോളേജ് അവിടെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ട്രെയിനിങ് ഉണ്ട്. ഞായറാഴ്ച ശനിയാഴ്ച എല്ലാം പഠിപ്പിക്കുക. അങ്ങനെ ഞാൻ ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആ സാറിനെ കണ്ടു. അപ്പോൾ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാണ് ഹോസ്റ്റലിൽ നിൽക്കണം. അത് ചില ചിട്ടകളെല്ലാം പറഞ്ഞു. ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം രാത്രി 7 മണി, ചിലപ്പോൾ 12 മണി, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കൊടുക്കുക. എന്നാലും ഒരു ഓൾമോസ്റ്റ് 12 hours അവൈലബിൾ ആകണം. അപ്പോൾ ഹോസ്റ്റലിലായിരിക്കണം. അതുപോലെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് 1 മണിക്കൂർ ഞങ്ങൾ ക്ലാസ് കൊടുക്കും. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ ക്ലാസ് കൊടുക്കും. എല്ലാം പറഞ്ഞു. ഞായറാഴ്ച ഞാൻ ചോദിച്ചു, ഞായറാഴ്ച? അതെ, ഞായറാഴ്ചയും ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചുണ്ട്. അവിടെ ഞങ്ങൾ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് പോകാനൊക്കെ ഇല്ല. ഈ കുട്ടികളെല്ലാം ഒരുമിച്ചായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ യാക്കോബ പള്ളിയിലാണ് ഞായറാഴ്ച ആരാധനയ്ക്ക് കൊണ്ടുപോകുന്നത്. ഒരാൾക്ക് വേണ്ടി പെന്തക്കോസ്ത് വിടാനൊക്കെ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ആ DD ഇങ്ങ് തരാമെന്ന് ചോദിച്ചു. ഞാൻ ആ DD മേടിച്ചു, തിരിച്ചു കൊണ്ട് കൊടുത്തു. എൻ്റെ മോള് വീട്ടിൽ കിടന്ന് പോത്തുപോലെ കിടന്നുറങ്ങി. വീട്ടിലെ ആഹാരം കഴിച്ചു. ഞാനും അവളും കൂടെ വഴക്കുണ്ടാക്കി സ്നേഹിച്ചു, ഒന്നിച്ച് കിടന്നുറങ്ങി. അവൾ പോയി പരീക്ഷ എഴുതി, അവൾക്ക് നല്ല മാർക്ക് കിട്ടി. ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടില്ല, അഭിഷേകമുള്ളൊരു കോളേജ് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ DGS ദിനകരൻ അങ്കിളുടെ കോളേജിൽ കോയമ്പത്തൂരിൽ വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച പാട്ട് ആരാധന. ഞങ്ങളവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അന്നേരവും ഭയങ്കര പാട്ടും ആരാധനയും ബൈബിൾ വായനയും ഒക്കെ. അപ്പോൾ ഞാൻ IIT പോയിട്ടുണ്ട്. IIT പോയി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ഖരഗ്പൂർ IITയിലും കാൺപൂർ IITയിലും ഒക്കെ പോയി ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ IITയുടെ അറ്റ്മോസ്ഫിയർ എനിക്ക് കാണാം. അവിടെ ഉത്തരാഖണ്ഡിലൂടെ IIT പോയിട്ടുണ്ട്. ഹ്യൂജ് ക്യാമ്പസാണ്, ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണ്. ആ ഹ്യൂജ് ക്യാമ്പസാണ്. അപ്പോൾ ആ IITയിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഈ ക്യാമ്പസിൽ വിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ആരാധനയും പാട്ടും ഓക്കെ. പഠിച്ചു, ജയിച്ചു. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലി കിട്ടി. അത്രയും പോരെ, ശമ്പളം കിട്ടി, നല്ല പൊസിഷൻ. സ്റ്റാൻലി മോർഗൻ എന്ന് പറയുന്ന ഒരു ഫൈനാൻഷ്യൽ കമ്പനിയുടെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് ജോലി കിട്ടി. പോരെ, മറ്റവർക്കും ഇതൊക്കെ കിട്ടത്തുള്ളൂ. കൊച്ചി ഞങ്ങളുടെ കൂടെ ചാടിക്കളിച്ച് നടന്നു. അന്നേരം കോവിഡ് വന്നു. അതുകൊണ്ട് ഈ എൻജിനീയറിംഗ് കോളേജിൽ ആദ്യത്തെ 2 വർഷം ക്ലാസ് ഇല്ല. അവസാനത്തെ 1.5 വർഷമോ എല്ലാം പഠിച്ചു. ബാക്കി ഫുൾ ടൈം വീട്ടിൽ ഞങ്ങളുടെ കൂടെ. ആമേൻ. തീരുമാനങ്ങളിൽ തെറ്റിപ്പോകരുത്. ശരിയായ തീരുമാനങ്ങൾ നീ എടുക്കുകയാണ് എങ്കിൽ ആമേൻ എല്ലാ മേഖലകളിലും അതിൻ്റെതായിട്ടുള്ളൊരു ബ്ലെസ്സിങ്ങിനെ കർത്താവ് അയക്കുവാൻ വിശ്വസ്തനാണ്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൗൺസിലിംഗ് കർത്താവ് തരാൻ പോകുകയാണ്. ഹീ ഈസ് അവർ കൗൺസിലർ. ഓ, ആരുടെ മേലൊക്കെയോ പുതപ്പ് വീഴട്ടെ യേശുവിൻ നാമത്തിൽ. എല്ലാ തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും ഈ പ്രിയപ്പെട്ടവരെ പുറത്തെടുക്കണമേ. ശരിയായ തീരുമാനങ്ങൾ എടുക്കട്ടെ, ശരിയായ തീരുമാനങ്ങൾ എടുക്കട്ടെ, റൈറ്റ് ഡിസിഷൻസ് എടുക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൗൺസിലറാകുന്നു. ആമേൻ. ഞാൻ മുന്നോട്ട് പോകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇന്റർസെസർ ആകുന്നു, പാരാക്ലീറ്റോസ് ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്യുന്നവനാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെല്ലാവരും ഊർജ്ജസ്വലരായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1 മണിയായിട്ടുണ്ട്. അല്പസമയം കൂടെ മുന്നോട്ട് പോകാം. ഇതൊരു സ്പെഷ്യൽ മീറ്റിംഗ് അല്ലേ. നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാതിരുന്നാൽ മതി, പാസ്റ്റർ അവസാനിപ്പിക്കണമേ എന്ന് ചിന്തിക്കാതിരുന്നാൽ തിരിച്ച് ചിന്തിക്കണം. പാസ്റ്റർ പറയട്ടെ, കൂടുതൽ പറയട്ടെ. അങ്ങനെ വരുമ്പോൾ ഹോളി സ്പിരിറ്റ് നിങ്ങളും അലൈൻമെൻറ്റിലാകും. എനിക്കപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് കൂടുതൽ ഊർജ്ജം നൽകി തരും.
So he is our intercessor. Hallelujah. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഇൻ്റർസെസർ ആകുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാത പ്രാർത്ഥന ചെയ്യുന്നു. നമുക്ക് രണ്ടുപേര് പക്ഷപാത പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. റോമാലേഖനം 8:26 പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാത പ്രാർത്ഥന ചെയ്യുന്നു. റോമാലേഖനം 8:34 യേശു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാത പ്രാർത്ഥന ചെയ്യുന്നു. അപ്പോൾ ഈ മേഖലയിൽ പോകുകയാണെങ്കിൽ നമുക്കെല്ലാം ഡബിൾ ബ്ലെസ്സിങ്സ് ആണ് കർത്താവ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വാ, രണ്ട് സ്പിരിറ്റ് ഉള്ളവരാണ് നമ്മൾ. നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റുമുണ്ട്, ഹോളി സ്പിരിറ്റുമുണ്ട്. വാ 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 വാ, അതും ഡബിളാ. പ്രാർത്ഥിക്കാൻ രണ്ടുപേരുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. രണ്ട് മൈൻഡുണ്ട് നമുക്ക്. ആമേൻ. നമ്മൾ ഇന്നർ ഹീലിംഗിലായതുകൊണ്ട് രണ്ട് മൈൻഡുണ്ട് നമുക്ക്. ഹ്യൂമൻ മൈൻഡുമുണ്ട്, മൈൻഡ് ഓഫ് ക്രൈസ്റ്റുമുണ്ട്. വാ വാ, ഹല്ലേലൂയ. അപ്പം ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് മൈൻഡിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ മൈൻഡിനെ നന്നാക്കിയെടുത്തായിരിക്കും നമുക്ക് നമ്മുടെ മൈൻഡിനെ ക്രിസ്തുവിൻ്റെ മനസ്സാക്കി തീർക്കാൻ കഴിയുന്നത് എന്ന്. എന്നാൽ വചനം വളരെ വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 2:14 ലാസ്റ്റ് വേഴ്സിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതെന്താണ് ഈ വൈരുദ്ധ്യം? നമ്മുടെ മനസ്സിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായി, നമ്മുടെ ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് മനസ്സിലായി. പട്ടിയുടെ വാല് പോലെയാണ്. ഇത് നന്നാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്റെ അവസാന സമയം വരെ ഈ പുള്ളിക്കാരൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവനെ നമ്മൾ സബ്ജക്ഷനിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ സബ്ജക്ഷനിൽ കൊണ്ടുവരണം. നിന്റെ ആത്മാവിൽ രക്ഷിക്കപ്പെട്ട ദിവസം തന്നെ നിനക്ക് യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് തന്നിരിക്കുകയാണ്. നീ ക്രിസ്തുവിൻ്റെ മൈൻഡുള്ള വ്യക്തിയാകുന്നു. ആ മൈൻഡിൻ്റെ സബ്ജക്ഷനിലേക്ക് നിന്റെ ഹ്യൂമൻ മൈൻഡിനെ കൊണ്ടുവരിക. ഹല്ലേലൂയ. അങ്ങനെ രണ്ട് മനസ്സുള്ളവരാണ് നമ്മൾ, രണ്ട് സ്പിരിറ്റുള്ളവരാണ് നമ്മൾ. ആമേൻ. രണ്ട് ഭാഷയുള്ളവരാണ്. നാച്ചുറൽ ലാംഗ്വേജുമുണ്ട്, സൂപ്പർ നാച്ചുറൽ ലാംഗ്വേജുമുണ്ട്. രണ്ട് ഭാഷയുള്ളവരാണ് നമ്മൾ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. രണ്ട് ശക്തിയുള്ളവരാണ്. നിനക്ക് ഹ്യൂമൻ സ്ട്രെങ്തുമുണ്ട്, ഹോളി സ്പിരിറ്റ് പവറുമുണ്ട്. വാ, ഗ്ലോറി, ഹല്ലേലൂയ. രണ്ട് ശക്തിയുള്ളവരാണ്. അതേപോലെ നമുക്ക് വേണ്ടി രണ്ടുപേര് പ്രാർത്ഥിക്കാനുണ്ട്. പരിശുദ്ധാത്മാവും പ്രാർത്ഥിക്കുവാനുണ്ട്, യേശുവും പ്രാർത്ഥിക്കാനുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലിരുന്ന് ഭൂമിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവ് സ്വർഗത്തിലിരുന്ന് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ഈ രണ്ടുപേര് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് കൊണ്ട് നിന്നെ തോൽപ്പിക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയത്തില്ല. ഓ, സ്പർശിക്കട്ടെ, സ്പർശിക്കട്ടെ, സ്പർശിക്കട്ടെ. ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ. ഓ ഹോ ഫെയിലാത്തന. പ്രിയ ദൈവദാസിയെ പരിശുദ്ധാത്മാവ് തൊടുന്നു. സ്വീകരിക്കാൻ. Take that, take that, take that, take that. More of His strength, more of His strength, more of His strength, more of His strength, more of His strength. Take it. Rufil lati monofil arabika sufila tarela badara. Oh, shrimal asinatini. അപ്പം ഇവിടെ ഇപ്പോൾ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനുണ്ടെങ്കിൽ നിന്റെ മേലും പക്ഷപാത പ്രാർത്ഥനയുടെ ഒരു മാൻഡിൽ വീഴും. നീ ഒരു ഇന്റർസെസറായിട്ട് മാറാൻ പോകുകയാണ്. ഓ, അതിന് വെളിയുള്ളവരുടെ മേലൊരു പുതപ്പ് വീഴട്ടെ. Take it. Take it. Take, 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 take. Jaba rakata pinara tigal manasaka. Take it. Rabba hasapi takala rabba khatu panara. Shaprafana sabata pinara yatakala bara. Take it, take it, take it. ഈ ആൻറ്റിയുടെ മേൽ വീഴട്ടെ ഒരു അഭിഷേകം വീഴട്ടെ. പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം വീഴട്ടെ. സൂസന്റെ മേൽ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം വീഴട്ടെ. ഈ മകളുടെ മേൽ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം വീഴട്ടെ. ഓ ഹോ ഹോ ഹോ. വശാബേല കതബേര ഫിലാതബേര സ്പലകതബേര റിബതബേലി മൗഫിൽ ലംസർബനേലി. ഈസ് അവർ ഇന്റർസെസർ. ഹല്ലേലൂയ. ആമേൻ. അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ മേലും ആ പ്രാർത്ഥനയുടെ അഭിഷേകം വെളിപ്പെടും. നിങ്ങളെല്ലാം ഇൻ്റർസെസേഴ്സായി തീരാൻ പോകുകയാണ്. നിങ്ങൾ പക്ഷപാത പ്രാർത്ഥന നടത്തുന്നവരായി തീരാൻ പോകുകയാണ്. ഓ യെസ്, യേശുവിൻ നാമത്തിൽ
ആ പുതപ്പ് ഇവിടെ ഇരിക്കുന്നവ എല്ലാവരുടെ മേലും വന്നു വീഴട്ടെ. 1, 2, 3 സ്വീകരിച്ചോ. വാ വാ വാ. ആമേന്. അതോടൊന്നിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ അഡ്വക്കേറ്റ് ആകുന്നു. പാരാക്ലീറ്റോസ് എന്ന വാക്കിന് അഡ്വക്കേറ്റ് എന്നുള്ള അർത്ഥമുണ്ട്. അവിടുന്ന് നമ്മുടെ അഭിഭാഷകനാകുന്നു. അപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കുക, അഭിഭാഷകനാണെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് വല്ലതും ഉണ്ടോ? അയ്യോ, ഡെയിലി കേസുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾക്കെതിരെ കേസുമായിട്ട് പിശാച് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി എന്നവനെ വിളിക്കുന്നത്. നീ ചെയ്യുന്ന ചെറുതും വലുതുമാകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവൻ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ യോശുവയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചില്ലേ? അതുപോലെ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ആ ആരോപണം ഉന്നയിക്കുമ്പോൾ നിനക്ക് വേണ്ടി വാദിക്കുവാൻ ദൈവത്തിൻ്റെ കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. ആ അഡ്വക്കേറ്റിൻ്റെ പേര് പരിശുദ്ധാത്മാവ്. വാ. ഓ ഹോ 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 ഹോ. നിനക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റിൻ്റെ പേര് പരിശുദ്ധാത്മാവ്. നിങ്ങളൊരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കാം. പരിശുദ്ധാത്മാവ് വാദിച്ച ഒറ്റ കേസും ഇതുവരെ തോറ്റിട്ടില്ല. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിടുന്ന് വാദിച്ച ഒറ്റ കേസും ഇതുവരെ തോറ്റിട്ടില്ലാത്തതിനാൽ നിനക്ക് വിരോധമായിട്ടുള്ള സകല ആരോപണങ്ങളും യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിഷ്ക്രിയമാകട്ടെ. ആരെങ്കിലും കുറ്റബോധത്തിലും സെൽഫ് കണ്ടംനേഷനിലും ഗിൽറ്റിലും ജീവിക്കുന്നവരുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങളുടെ മനസ്സിപ്പോൾ സൗഖ്യമാകട്ടെ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ ഹെൽപ്പറാകുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ സ്റ്റാൻഡ് ബൈ ആകുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ കൗൺസിലറാകുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ കംഫോർട്ടറാകുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ ഇൻ്റർസെസറാകുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ അഡ്വക്കേറ്റ് ആകുന്നു. ആമേൻ. ആ ഒരു വെളിപ്പാടിൽ ഞാൻ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ എല്ലാത്തിനും പരിശുദ്ധാത്മാവ് വേണം. എല്ലാ കാര്യത്തിനും എനിക്ക് പരിശുദ്ധാത്മാവാണ്. കംഫർട്ട് വേണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവ് വേണം. ഇതെന്തൊരു കാര്യമാണ്! എനിക്ക് കൗൺസിലിംഗ് വേണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് കൗൺസിൽ ഞാൻ സ്വീകരിക്കുന്നുള്ളൂ. എല്ലാത്തിനും പരിശുദ്ധാത്മാവാണ്. വചനം ശുശ്രൂഷിക്കണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവ് വേണം. പ്രാർത്ഥിക്കണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവ് വേണം. ഓ യെസ്, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ ഓർഡറിൽ കൊണ്ടുവരാൻ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഹല്ലേലൂയ. നീ വേറൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. വാ. അപ്പോൾ നിന്റെ ഭാഷയ്ക്ക് മാറ്റം വരികയാണ്. ഓ ഹല്ലേലൂയ. ആ നിലയിൽ നീ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ വരുമ്പോഴാണ് യേശു നിനക്ക് വേണ്ടി ഡോർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓ, ഡോർ ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ ഈ ഷിഫ്റ്റിനെ കുറിച്ച് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിനക്കൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നു. നീ ഇപ്പോൾ ആയിരിക്കുന്ന തലത്തിൽ നിന്ന് അടുത്ത പ്രതലത്തിലേക്ക് നീ ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഒരു ലിഫ്റ്റ് നിൽക്കുന്ന സ്ഥലത്തു നിന്ന് നീ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് നിന്നെ ലിഫ്റ്റ് ചെയ്യുന്നു. കയറിപ്പോക്കോ 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 കയറിപ്പോക്കോ. ഇവിടെ കയറി വരിക എന്നതിൻ്റെ മറുപടിയായി പരിശുദ്ധാത്മാവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൻ്റെ പരിണിത ഫലമായിട്ട് നിന്റെ പരിശുദ്ധാത്മാവ് ലിഫ്റ്റ് ചെയ്യുകയാണ്. കയറിപ്പോക്കോ 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 കയറിപ്പോക്കോ. വാ 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 വാ. സബ്രകബഹസബിനി. Take it മോനെ, take it. നിന്റെ മേൽ തീ കത്തട്ടെ. അഭിഷേകത്തിന്റെ തീ നിന്റെ മേൽ കത്തട്ടെ. ഓ ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. അമിതിനെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. ഈ സഹോദരനെ പരിശുദ്ധാത്മാവ് തൊടട്ടെ.
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും ആ ലിഫ്റ്റ് സംഭവിക്കട്ടെ. കയറിപ്പോകോ, കയറിപ്പോകോ, ഇപ്പോൾ കയറിപ്പോകോ. വാ, കയറിപ്പോകോ, കയറിപ്പോകോ. പരിശുദ്ധാത്മാവ് നിന്നെ ലിഫ്റ്റ് ചെയ്യാണ്. കയറിപ്പോക്കോ. വെളിപ്പാടുകളുടെ തലങ്ങളിൽ ഉയർച്ച ഉണ്ടാകട്ടെ. ഓ, കയറിപ്പോകോ, കയറിപ്പോകോ. Hallelujah. Glory to Jesus. Hallelujah. Amen.